Good morning, sir. Good morning. Good morning. Morning. സജി Sir? ആ ബ്രിട്ടീഷ് എയർവേസിന്റെ ലണ്ടൻ പാരീസ് ബോസ്റ്റൺ ഹൈ സീസൺ ഫെയർ ഒന്ന് കോട്ട് ചെയ്തു. ശരി സർ. ഒരു 11:30 മാത്യു വിളിക്കും. മോഹൻ, ആ ഫിലിപ്പിൻ ഇമിഗ്രേഷൻ ശരിയായോ? ശരി സർ. വെരി ഗുഡ്. ഇത് മൂന്നും ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അതെ. നമ്മുടെ കാര്യം എന്തായി? ആ മൊയ്തൂട്ടി ആജുവായി സംസാരിച്ചോ? ശരി. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു? അത് ശരി. ഹജ്ജ് യാത്രയിലും പൊളിറ്റിക്സ് കയറിയോ? വേണ്ട വേണ്ട, മത്സരത്തിനൊന്നും വയ്യ. 100-300 പേരുടെ ഒരു ഗ്രൂപ്പാണല്ലോ എന്ന് ഒരു അല്പം പ്രഷർ ചെലുത്തിയേ ഉള്ളൂ. ഹലോ, ഞാൻ ഒരു അല്പം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സുഹൃത്തെ, എന്നെ മറന്നു കാണുകയില്ലെന്ന് കരുതുന്നു. ഓർമ്മയുടെ താളുകൾ പുറകോട്ട് മറിക്കുമ്പോൾ അതിലൊന്നിൽ പൊടി പിടിച്ച് നിറം മങ്ങിയ ഒരു ഫോട്ടോ കാണുന്നുണ്ടോ? ഗോപാലകൃഷ്ണന്റെ ഫോട്ടോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അജ്ഞാതവാസത്തിലായിരുന്ന ഈ ഉള്ളവന്റെ ഈ കുറിപ്പ് കാണുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിത കഥാപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് നീക്കം ചെയ്ത് കാണുമെന്നറിയാം. പക്ഷേ ഞാൻ മരിച്ചില്ല സുഹൃത്തെ. സുജനപാലനും ഗംഗനുമൊക്കെ ഇപ്പോൾ എവിടെയാണ്? അവരൊക്കെ ഈ സാധുവിനെ ഓർക്കുന്നുണ്ടാവുന്നു. തിരക്കേറിയ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ അലോസരപ്പെടുത്തലാണെന്നറിയാം. എങ്കിലും നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള എൻ്റെ ആശ കാരണം ഞാനത് മറക്കുകയാണ്. വരുമോ? പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച. The more and more we have of a thing, the less we want the additional increments of it. For example, take the case of a person consuming apple. Say,
By consuming the first apple, if he derives... Sir, Yes? സാറിനൊരു ഫോണുണ്ട്, STD യാ. Excuse me, 1 minute. ഹലോ അരവിന്ദൻ, എന്താ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു കോൾ? ട്രാവൽ ഏജൻസിക്ക് എങ്ങനെയുണ്ട്? ഗോപാലകൃഷ്ണന്റെ കത്തോ? നമ്മുടെ പഴയ ഗോപാലകൃഷ്ണൻ മാഷ് എവിടുന്നാ കത്തയച്ചിരിക്കുന്നത്? ഓഹോ, ഇത്രയും നാളും ഒരു വിവരവും അറിയാതിരുന്നിട്ട്? അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ കാണണമെന്നോ ഈ ഞായറാഴ്ച? ഞാൻ റെഡിയാണ്, തീർച്ചയായും നമുക്ക് പോണം. ഏത് ട്രെയിനിലാണ് കയറേണ്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഗംഗനോ? അവനെ ഞാൻ അറിയിച്ചോളാം. എവിടാണോ വായി നോക്കുന്നേ? ആ നേരെയല്ലേ, നീ മുങ്ങിക്കളയുന്നൊരു പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച സെയിൽ ടാക്സ് റെയ്ഡ് ചെയ്തു. കമ്പനി തുടങ്ങിയ കാലം മുതലുള്ള പർച്ചേസിന്റെയും സ്റ്റോക്കിന്റെയും കടലാസുകൾ മുഴുവൻ എടുത്തോണ്ട് ആകെ ടെൻഷനാ. ടാക്സ് വെട്ടിക്കാൻ നോക്കുന്നവർക്കല്ലേ ടെൻഷൻ വേണ്ടു. കൊള്ളാം. ഇവര് പറയുന്ന രീതിയിൽ കമ്പനി നടത്തിയാൽ ഒരു മാസമേ നടത്താൻ നോക്കൂ. ഈ ഒരു സംഭവം അല്ലായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. എന്റെ ഇഷ്ട ഈ ഗോപാലകൃഷ്ണൻ ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്ന് അവതരിച്ചു? ആ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല കത്തില്. സാധാരണ ആളുകൾ മരിച്ചു എന്നറിയുമ്പോഴാണ് നമുക്ക് ഷോക്ക് ഉണ്ടാവുക. ഇത് തിരിച്ചായിപ്പോയി. 5 വർഷം എന്നുള്ളത് ഒരു നീണ്ട കാലയളവൊന്നുമല്ല. എങ്കിലും തോന്നിപ്പോവുക ഒരു ജന്മം തന്നെ കഴിഞ്ഞു പോയെന്ന്. എനിക്ക് മൊത്തത്തിൽ വലിയ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യാറില്ല. അപ്പോഴും ഇപ്പോഴും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കലാണല്ലോ പണി. നിങ്ങൾ രണ്ടുപേരും പല പല പ്രൊഫഷണൽ ട്രൈ ചെയ്ത് പരാജയവും വിജയവും ഒക്കെ ഫേസ് ചെയ്തു. അങ്ങനെ കുറെ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ടാ കാലം ഒരുപാട് കടന്നുപോയാലോ തോന്നുന്നത്. എന്തായാലും പാരലൽ കോളേജ് കാലഘട്ടം പോലെ രസമുള്ളൊരു കാലം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. നല്ല രസമായിരുന്നു. അനുഭവിച്ചൊന്നും നമ്മളല്ലല്ലോ. പാവം ഗോപാലകൃഷ്ണൻ. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ചമ്മലുണ്ട്. എങ്ങനെ അവനെ ഫേസ് ചെയ്യും? എന്നാലും അന്നത്തെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നു. ഇറ്റ് വാസ് എ ക്രൂവൽ ഗെയിം. യെസ്, റിയലി ഇറ്റ് വാസ് എ ക്രൂവൽ ഗെയിം. ഒരൊറ്റ ജോക്കറില്ല. എന്നാ പൂട്ടിക്കോ. എന്റെ പോയിന്റ് എത്രയാ മാഷേ? ഒരു സ്കൂട്ടൂടെ ഉണ്ട്. ഞാൻ പൂട്ടി. ആ ഗോപാലകൃഷ്ണൻ മാഷോട് ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? നടന്നത് തന്നെ. ഇപ്പൊ കുഴമ്പിടുകയായിരിക്കും. അത് കഴിഞ്ഞ് വരവ് ചെലവ് കണക്ക്. ഗോപാലകൃഷ്ണൻ മാഷക്ക് ഇന്നും ഉണ്ട് പെണ്ണ് കാണല്. നാരായണൻ നായർ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ സാറ് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്നാലും എന്റെ നായരെ കുറെ കാലമായല്ലോ ഈ എക്സർസൈസ് തുടങ്ങിയിട്ട്. സെൻസസ് അനുസരിച്ച് പെണ്ണുങ്ങളാ ഇവിടെ കൂടുതൽ. പക്ഷെ നമ്മുടെ ഗോപാലകൃഷ്ണൻ മാഷക്ക് മാത്രം പെണ്ണില്ല. അവനവന്റെ നിലക്കനുസരിച്ചല്ലല്ലോ അന്വേഷണം. മൂപ്പര് കേൾക്കണ്ട. വലിയ വലിയ പണക്കാരുടെ മക്കളെയാ നോട്ടം. ട്യൂട്ടോറിയൽ കോളേജിലെ മാഷന്മാരുടെ ആഗ്രഹത്തിന് ഒരു കണക്കൊക്കെ വേണ്ടേ? പോസ്റ്റ്മാൻ തന്നതാ. അരവിന്ദൻ വള്ളിത്തോട് കലാകൗമുദിക്ക് അയച്ചു കൊടുത്ത കവിത കേടുപാട് കൂടാതെ വീണ്ടും തിരിച്ചെത്തി. വരട്ടെ, എന്ത് ഭണ്ഡാരമാണോ എഴുതിക്കും നോക്കട്ടെ. ഈ മലയാളം BA പാസ്സായവരൊക്കെ കവിത എഴുതി തുടങ്ങിയ ഭാര്യക്കാര് ചുറ്റിപ്പോവും അല്ലേ? ലൈഫില്ലല്ലോ. ഈ കവിതയ്ക്ക് ലൈഫില്ല. പടിഞ്ഞാറ്റയിൽ പതിരുന്നെല്ലും പാതികൂമ്പിയ മിഴികളും പടവാളിന്റെ തിളക്കമോ പത്തി വിടർത്തിയാടും സർപ്പമോ. സർപ്പം സെക്സിന്റെ ഒരു സിമ്പിളാണ്. പതിതരെ പടനീക്കത്തിനു നേരമായി പടവാളെടുക്കൂ രണഭൂമിയോടടുക്കൂ. എന്തു വരം തമാശ. അയ്യോ എന്റെ രൂപ, ഞാൻ ഇവിടെ വെച്ച എന്റെ 5 രൂപ ആരാ എടുത്തത്? ആരാന്ന് വെച്ചാ മര്യാദക്കിന്റെ രൂപ ആയിരുന്നു നല്ലത്. ഗംഗ മാഷ രൂപയും കന്നിങ്ങ് തന്നെ. മാഷ രാവിലെ എന്റെ ക്ഷമ പരിശോധിക്കരുത്. അപ്പ സുജന പാലനായിരിക്കും. അവിടെ നോക്കട്ടെ. കണ്ണ് തെറ്റിയ മോഷണം. അതെ, ഈ കളിക്കുമ്പോ കടം പറയണ്ടെന്ന് കരുതി തൽക്കാലം. എനിക്കറിയാം നിന്നെ കള്ള. അപ്പോഴേ മാഷേ, പെണ്ണ് കാണൽ വിജയിച്ച വൈകുന്നേരം ഒരു പൈന്റ് മേടിക്കണം. ഞാൻ പെണ്ണ് കാണാനൊന്നല്ല പോകുന്നത്. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് പോയാലെന്താ? അങ്ങനെ സൂക്ഷിക്കണ്ട. പെണ്ണിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോയാൽ മതി. അപ്പൊ ചാർജ് അത്രയല്ലേ കൊടുക്കണ്ടു. ഗമയ്ക്ക് ഗമിയുമായി.
വീട് തിരക്കേടില്ല. പറമ്പ് എത്ര സെന്റ് ഉണ്ടെന്നാ പറഞ്ഞത്? ഒരു 10-75 സെന്റ് കാണും. തെങ്ങിന് കായ്ഫലം കുറവാ. അത് സാരമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം സാറ് വന്ന് നന്നായിട്ട് വളമിട്ട് കൊടുത്താൽ മതി. നേരെ ഇത് തന്നെയാ വീട്. വീട് തെറ്റിയതല്ല, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ മൂപ്പരൊന്ന് മൂരി നിവർന്ന് നിന്നതാ. താമസ സ്ഥലത്തുനിന്ന് ഇവിടം വരെ 10-25 കിലോമീറ്ററോളം കാറിൽ ഒറ്റ ഇരിപ്പിരുന്നുള്ള യാത്രയല്ലേ? അതെ അതെ. അപ്പോ ഇന്ന് ലീവ് എടുത്തായിരിക്കുമല്ലേ? അതെ, ഞാൻ ആ പേരൽ കോളേജിൽ നിന്ന് ഉടനെ രാജിവെക്കും. പ്രിൻസിപ്പൾ വിടാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുക. ഹിന്ദി MA എഴുതിയിട്ടുണ്ട്. റാങ്ക് കിട്ടുന്നതാണ് പ്രതീക്ഷ. ചെണ്ടയാട് കോളേജിൽ ഒരു ലെക്ചർ പോസ്റ്റിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, നാരായണൻ നായർ പറഞ്ഞു. ഉവ്വോ, കുട്ടിയുടെ അമ്മയായിരിക്കും. അല്ല, ഞാൻ അച്ഛനാണ്. അതല്ല, അവിടെ. അത് അമ്മയാണ്. നമസ്കാരം അമ്മേ. നല്ല ഐശ്വര്യമുള്ള അമ്മ അല്ലേ? ഉമ്മയെ വിളിക്ക. ഇപ്പൊ വരും. സ്ക്വാഷ് എടുക്ക. ചായ മതിയായിരുന്നു. ചായയൊക്കെ പഴഞ്ചനായി അവള് പറയുന്നു. ആണോ? എന്നാ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ? അതെ അതെ. ഹലോ. ഏ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ സാരി ഉടുക്കില്ല, ഈ വേഷമൊക്കെ മതി എന്ന് അവള് പറയണത്. സാരി വേണമെന്ന് എനിക്കും വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാ പിന്നെ അവര് സംസാരിക്കട്ടെ. അച്ഛാ, അത് നാണിക്കാനൊന്നുമില്ല കുട്ടി. അതല്ല. നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം. വലിയ നാണക്കാരിയാണെന്ന് തോന്നുന്നു. ഇല്ല, ചെറിയ നാണേ ഉള്ളൂ. സത്യം പറഞ്ഞാ നമുക്കധികം സംസാരിക്കാനൊന്നുമില്ല. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ സ്ഥിതിക്ക് എനിക്കും കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ഊട്ടി ലൗഡേലി പഠിച്ചതാ, +2 വരെ. പക്ഷേ ഡിഗ്രി എടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ടും അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞ് സാമ്പത്തികമായി ഞങ്ങൾ അല്പം വീക്കായതുകൊണ്ടും അച്ഛൻ എന്റെ കാര്യത്തിൽ അല്പം വറീഡാ. പാരലൽ കോളേജിൽ മാഷായാലും മതിയെന്ന് അച്ഛൻ തീരുമാനം എടുത്തത് അതുകൊണ്ടാ. ദാറ്റ് ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് കുട്ടി വെജിറ്റേറിയൻ ആണോ? അല്ല. ഞാനും അല്ല. ഓപ്പണായിട്ട് സംസാരിക്കാലോ? അയ്യോ, ഞാൻ ഭയങ്കര ഓപ്പണാ. എല്ലാ പെൺകുട്ടികൾക്കും അവരെ കെട്ടാൻ പോകുന്ന ആളിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ. ചില ഭാര്യ സങ്കല്പങ്ങളൊക്കെ എനിക്കുണ്ട്. സോറി കേട്ടോ, എന്റെ സങ്കല്പത്തിലുള്ള ആളേ അല്ല നിങ്ങൾ. എത്തിയോ? പ്രിൻസിപ്പൽ തന്നെ കണ്ടോ? നേരെ ഉത്തരായടോ. ഇത് കുട്ടിയല്ലല്ലോ. കുടിച്ചാണ്. എന്നാൽ സാരമില്ല. പോയ കാര്യം എന്തായി? വൈകുന്നേരം ഞങ്ങൾക്കൊരു പൈൻ്റ് അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ? നമുക്കത് ശരിയാവില്ല. എന്തു പറ്റി? എനിക്ക് പെണ്ണിനെ പിടിച്ചില്ല. കുട്ടിയുടെ ഫോട്ടോ വന്നായിരുന്നല്ലോ. നേരിട്ട് മഹാബോറ്. ശരിയാവൂല. അതവിടെ ഇല്ല മാഷെ. ഏതാ സാർ? മാഷെന്താ തരേണത്? സാറിന് ഇല്ലെന്ന് പറഞ്ഞു. ആനത്തല. എടോ, അല്പം കൂടി ഉത്തരവാദിത്വ ബോധം വേണം. സ്ഥിരമായിട്ട് പെണ്ണ് കാണാൻ നടക്കുകയാണെങ്കിൽ ഈ പണി നിർത്തി സ്ഥലം കാലിയാക്കാൻ നോക്ക്. സാർ, പെണ്ണ് കാണാനൊന്നും പോയതല്ല. വരുന്ന വഴിക്ക് ആകാശം ഇടിഞ്ഞു വീണ് 10 പേര് ചത്തു. പെണ്ണ് കാണാൻ പോലൊക്കെ ഒരാളുടെ പ്രൈവറ്റ് അഫയർ ആണ്. അത് പബ്ലിക്കായി വിളമ്പുന്നത് തോന്നിയാസാണ്. ഞങ്ങൾ ഒന്നും വിളമ്പില്ല. താൻ വരാൻ വൈകിയപ്പോ പ്രിൻസിപ്പൽ ഇങ്ങോട്ട് പറയായിരുന്നു പെണ്ണ് കാണാൻ പോയതായിരിക്കും ആ പെൺകൊന്നെന്ന്. ഞങ്ങൾ പിന്നെ തിരുത്താനൊന്നും പോയില്ല. ഈ അവർ ഇല്ലേ? ലക്ഷർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സച്ചിദാനന്ദ് ഹീരാനന്ദ് വാസ്യാനന്റെ കാവ്യമാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത്. എന്താണ് ആ കാവ്യത്തിന്റെ പേര്? ഹമാരാ ദേശ്. അച്ഛാ, ഈ കവിയുടെ പ്രത്യേകതകളെ പറ്റിയും ഞാൻ ഇന്നലെ ഇവിടെ പറയുകയുണ്ടായി. ये सच्चिदानंद हीरानंद वात्स्यायन अपने रुचि के अनुसार नई भाषा और नई शैली शिल्प का प्रयोग किया. वे हिंदी में प्रयोगवादी कवि समझे जाते हैं. പെൺകുട്ടിക്ക് എന്ത് പ്രായം വരും സാർ? क्या? वो कौन है? സാറിന് പെണ്ണ് കെട്ടി കണ്ടാ മതിയായിരുന്നു.
भारत गांवों का देश है और भारत की संस्कृति गांवों की संस्कृति है. അടുത്ത പെണ്ണുകാണൽ എന്താണ് സാർ? ചുപ് രഹോ ബേവ്കൂഫ്. ഞാൻ ഈയിടെ മുക്കന്നൂര് പോകുന്ന വഴിക്ക് എടവന മാർക്കറ്റിലൊന്ന് കയറി നോക്കി. അവിടെ എല്ലാ സാധനങ്ങളും ഭയങ്കര ചീപ്പ്. ഉത്തർപ്രദേശിൽ കോട്ടുവാകുന്ന സ്ഥലമുണ്ട്, അവിടെയാ ഏറ്റവും ചീപ്പ്. നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോയാലോ? തക്കാളിക്ക് എന്താ വില? കിലോ 5 രൂപ. 5 രൂപയോ? 3 രൂപക്ക് കൊടുക്കുവോ? എന്തോ പോട്ടെ, 3.25. ഇത് വിൽപ്പനയ്ക്കല്ല, കാഴ്ചക്ക് വെച്ചതാ. സാറന്മാർ നടന്നാട്ടെ. ഞാൻ അവിടെ ആ കടയിൽ നോക്കാം. ഇയാളുടെ കൂടെ നടന്നാൽ നമ്മൾ നാറും, ചിലപ്പോ അടിയും കിട്ടും. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് സ്ഥലം വിടാന്നേ. അരിക്കടയിൽ അയാൾ അടുപ്പിക്കാനേ പാടില്ല. വില കുറവാണെന്ന് കണ്ടാൽ പുഴുത്ത് നാറി അരിയാലും അത് മതി എന്ന് പറയും. ശരിയാ. ആ കടയില് സാധനങ്ങൾ ചുമ്മാ എടുക്കുന്നു. അല്ല, ആ കടയിൽ തക്കാളിക്ക് 4.95 ഉള്ളൂ. ബാർഗെയിൻ ചെയ്താൽ ഇനിയും കുറയും. എന്നാ മാഷി എന്ന് ബാർഗൈൻ ചെയ്തോണ്ടിരിക്കും. വില ഉറക്കുമ്പോഴേക്കും ഞങ്ങൾ വരാം. അത് മതി, അത് മതി. ആ, അവിടെ എല്ലാ സാധനങ്ങളും പൊതുവെ ഇത്തിരി ചീപ്പ്. ആഹാ. ഓ, എന്നാ ചെല്ല് ചെല്ല് വേഗം ചെല്ല്. ചെല്ല്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് തന്നെ പെട്ടെന്ന് അങ്ങ് ഒരു വാങ്ങാം. കിലോ ക്യാബേജ്. ചീര വാങ്ങി. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഞാനും ഷെയർ എടുക്കേണ്ടതല്ലേ? എന്നെ ബാർഗെയിൻ ചെയ്യാൻ വിട്ടിട്ട് തോന്നിയ വിലക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല പണി. ഓ, വേഗം ചെന്ന് ചീട്ടുകളി തുടങ്ങണല്ലോ. അല്ല മാഷെ, അത്യാവശ്യത്തിന് തണ്ണിയടിയും ചീട്ടുകളും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം. എന്നാൽ ഭാവിയെ പറ്റി ചിന്ത വേണ്ടോ? ഈ ഒരു നക്കാപ്പിച്ച ജോലിയും വെച്ചോണ്ട് ഭാവിയെ പറ്റി എന്തോ ചിന്തിക്കാൻ മാഷേ. വേറെ വല്ല കൊള്ളാവുന്ന ഏർപ്പാടാവുന്നവരെയുള്ള ഒരു ഇടത്താവളം മാത്രമല്ലേ ഇത്? ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ എത്ര രൂപയുണ്ട്? എന്ത് ആ ഉള്ള എന്നെ വീട്ടിലെ കുരുമുളക് വിറ്റതും മറ്റൊക്കെ ആയിട്ടുള്ള കാശാ. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു TV സംഘടിപ്പിക്കണം. അതെന്താ മാഷെ ചിരിച്ചത്? അല്ല എങ്ക മാഷേ, ഇത്തവണ ബ്രസീലിന് ചാൻസ് ഉണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. സോക്രട്ടീസും സീക്കോയും ഫോമിൽ വരണം. കറുത്ത കുതിര ഫ്രാൻസാ. മാർട്ടിനീസ് ഇൻ ഫുൾ ക്രൈ. ബാൻ ചെയ്ത കളിക്കാരനായ ഇറ്റലിയുടെ പോളറോസയും വെസ്റ്റ് ജർമ്മനിയുടെ റൂമനിക്കയും നിർണായക ശക്തികളായിരിക്കും. മാഷെ, ഇതൊന്ന് പിടിച്ചേ. എന്നെ സഞ്ചരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ പിടിക്കോ? അപ്പൊ ഞാനിത് രണ്ടും കൂടെ അങ്ങട് വിഴുങ്ങോ? അതാണ് കാര്യം അല്ലേ? നടക്കും മാഷേ. ആ നടക്ക്. അതെ, ഒന്ന് നിൽക്കണേ. ഇതാണ് ഗോപാലകൃഷ്ണൻ മാഷ്. മൂപ്പര് ഒളിച്ച് പുറമെ പിടിച്ചിരിക്കുന്ന സഞ്ചിയിൽ അരിയാ, പിന്നെ ചീര്. നിങ്ങളെ കണ്ടാലുള്ള ചമ്മൽ ഒഴിവാക്കാനാണ് ഇതിങ്ങനെ പുറകെ വിളിച്ചത്. പോട്ടെ. ബോറന്മാര് രാവിലെ എഴുന്നേറ്റു. പ്രാർത്ഥനയും പ്രഭാത കർമ്മങ്ങളും കഴിഞ്ഞ് പെണ്ണ് കാണാൻ പോയി. നല്ല സുന്ദരി കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ സങ്കല്പത്തിലെ ഭർത്താവാകാൻ അർഹതയില്ലെന്ന് ആ കുട്ടി തന്നെ മുഖത്ത് നോക്കി പറഞ്ഞത് വല്ലാത്തൊരടിയായിപ്പോയി. ആ, ദൈവം മുകളിലുണ്ടല്ലോ. 10-40 രൂപ ആ വഴിക്കും നഷ്ടപ്പെട്ടു. പ്രിൻസിപ്പൽ കയർത്തു. മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് സ്ത്രീകളുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു. സുഹൃത്തുക്കൾ ഈ വിധം പെരുമാറാൻ പാടില്ല. ആകെ ഒരു ദുർദിനമായിരുന്നു ഇന്ന്. ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. ഈ കൈ ഒന്ന് അടിച്ചാ മതി. കളിക്ക്. ക്ലാവർ കുല്ലാനല്ലെന്ന് ഡയമണ്ട് ഏതാ ഇട്ടത്? നാശം പിടിക്കാനുള്ളതായി കളി. എന്തൊരു ശല്യായത്. മാഷിന്റെ നെഞ്ചത്ത് കയറി ഇരുന്നല്ലോ ഞങ്ങൾ കളിക്കുന്നത്. എത്ര നേരം പോവും ഈ കളി? കുറെ നേരം പോവും, ചിലപ്പോ നേരം വെളുക്കും. ഓ, എന്നാ സാറന്മാരൊരു കാര്യം ചെയ്യ്. മെഴുകുതിരി കത്തിക്ക്. കറണ്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ചിലക്കാതെ കിടന്ന് ഉറങ്ങും മാഷേ. താൻ പോടോ. കറണ്ട് ചാർജ് ഞാനും ഷെയർ ചെയ്യുന്നതാ. എന്നാ താൻ പോയി കേസ് കൊടുക്ക. ഈ മൂശയായിട്ട് എവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ടി വരും. എന്താ എന്താ? ഓ, ഒന്നുമില്ലേ. കളിക്ക് മാഷേ. കൈ നോക്കരുത്, കാശ് വെച്ച് കളിക്കുന്ന കളിയല്ലേ ഇത്. ജോക്കർ. ആദ്യം ചെറുതാക്കിയിട്ടില്ലല്ലോ. ആ, നല്ല കവിതാത്മകമായ കട്ടിങ്. ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്ത് തൊലി കളയണം. അതെ, ഞാൻ ഇന്നൊരു പുതിയ സ്റ്റൈലിലുള്ള പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില തുടങ്ങിയവരൊക്കെ ഒന്ന് വേറെ തന്നെ ആദ്യം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അരപ്പ് ചേർക്കാതെ ഉപ്പും ചെറുനാരങ്ങാ നീരും ചേർത്ത് ഇറച്ചി മൃദുവായി ഒന്ന് വേവിച്ചെടുത്ത് ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വെതറി നല്ല കച്ചകച്ചകച്ചകച്ചകച്ചാന്ന്. അതെ, മാഷി കവിത എഴുത്തൊക്കെ നിർത്തി പാചകത്തിലോട്ട് ഇറങ്ങി വാ. പിൽക്കാലത്ത് പ്രയോജനം ചെയ്യും. കവിത എഴുതണമെങ്കിലേ ഭാവന വേണം. അതില്ലാത്തവന്മാരാണ് ഇതുപോലെ ഇറച്ചി വേവിക്കുന്നതിനെ പറ്റിയും അത് കച്ചകച്ചകച്ചാന്ന് കുരുമുളക് വേറുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ബ്ലേഡ് കണ്ടോ? ആ, ഗോപാലകൃഷ്ണൻ മാഷേ, ഈ അരി കഴിയാണെങ്കിൽ ഒന്ന് സഹായിച്ച്. എന്റെ ബ്ലേഡ് കണ്ടോന്ന്? കണ്ടു. എവിടെ കണ്ടു?
ദാ ഇപ്പൊ ഇതുവഴി നടന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ബാത്റൂമിലേക്കാണെന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ പുളിച്ച വിറ്റൊന്നും കേൾക്കണ്ട. മര്യാദക്ക് എന്റെ ബ്ലേഡ് വരുന്നത് നല്ലത്. 7 തവണയെ ഷേവ് ചെയ്തിട്ടുള്ളൂ ആ ബ്ലേഡ് കൊണ്ടേ. ആർക്ക് വേണം മാഷെ നിങ്ങളുടെ ആ തുരുമ്പെടുത്ത ബ്ലേഡ്? ആ അരി ഒന്ന് കഴുകു മാഷെ. അല്ല, ആദ്യം ഇതിന്റെ സത്യം ഒന്ന് അറിയട്ടെ. ഷേവ് ചെയ്തിട്ട് വേണം മനുഷ്യന് കുഴമ്പിടാൻ. കുഴമ്പിട്ട് എനിക്ക് താൻ കുസ്തിടിക്കാൻ പോവാ. ദ്രോഹി. ഈശ്വര, എന്റെ ബ്ലേഡല്ലേ ഇത്? നഖം വെട്ടിയ ബ്ലേഡ് കൊണ്ട് ഞാൻ ഇനി എങ്ങനെ ഷേവ് ചെയ്യും? ആഹാ, ഇത് മാസ്റ്റർ ബ്ലേഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ ഒരു സാധനം എടുക്ക്. അയ്യോ പറഞ്ഞില്ലേ? എന്റെ കാല് മുറിഞ്ഞല്ലോ. തല ഞാൻ തല്ലി കൊല്ലും. നിക്കവിടെ. ദാ പിടിച്ചോളെ. പിടിച്ചോളെ. ഓടി നിൽക്കാൻ. അയ്യോ, പിടിച്ചോളെ. വിടല്ലേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നേരെ പഠിപ്പിക്കണം മാഷന്മാരാത്ര. എന്തുവാണോ ഇത്? ഞാൻ ചുമ്മാ നഖം വെട്ടിക്കൊണ്ടിരുന്നപ്പോ എന്റെ കാലിലിട്ടൊരു ചവിട്ട്. ആ ചോര വരുന്നുണ്ടല്ലേ. എന്റെ ബ്ലേഡ്. യു ഷട്ട് അപ്പ് യു ബ്ലഡി കഞ്ചൂസ്. ഇത് സെപ്റ്റിക്കാവും. ഇയാളുടെ ബ്ലേഡ് ആവുമ്പോ തീർച്ചയായിട്ടും സെപ്റ്റിക്കാവും. മാഷ അതിൽ ബാൻഡ് ഉണ്ടല്ലോ, ഒരെണ്ണം എടുത്തേ. ഞാൻ തരില്ല. പോയി എടുത്തോളാം. എന്റെ ബാൻഡേജ് എന്റെ കാല് മുറിയുമ്പോ ഉപയോഗിക്കാനുള്ളതാ. താങ്ക് യു സർ. നോ മെൻഷൻ. ഞാനെപ്പോഴും അവസാനത്തെ ആളാണല്ലോ. അതെ, ഓടിപ്പോയിട്ട് കൊച്ചിന് മുലോടക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെ ഒരു പണി ഉണ്ടാവില്ലേ? പിന്നീട് പെണ്ണ് കാണാൻ പോക്ക് അല്ലേ? വൈകി വന്നാള് വൈകി തന്നെ പോയാ മതി. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ശമ്പളം കൂട്ടിത്തരുന്ന കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ആ, ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടു നടക്കാൻ പറ്റുമോ മാഷേ? കുട്ടികളുടെ മനഃശാസ്ത്രം, പഠിപ്പിക്കുന്നവരുടെ മനഃശാസ്ത്രം, നാട്ടുകാരുടെ മനഃശാസ്ത്രം, അസലൊരു കുറിപ്പായ ഞാൻ ഈ കോളേജിന് സെന്റ് മേരീസ് കോളേജ് എന്ന് പേരിടാനുള്ള കാരണം മാഷ്ക്കറിയോ? ആ, അതെന്റെ മറ്റൊരു ടെക്നിക്കാണ്. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപന നിലവാരം ഉയർന്നതാണെന്ന് പൊതുജനത്തിന്റെ ഇടയിൽ വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം എക്സ്പ്ലോയിറ്റ് ചെയ്യാ. ഏത്? സാറ് കൊള്ളാലോ. അപ്പൊ സാറ് ഞാൻ പറഞ്ഞ കാര്യം ശമ്പള കൂടുതലല്ലേ? അതെ, വർദ്ധിച്ചു വരുന്ന വില സൂചികയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വലിയ പാടാ. ഇപ്പൊ തന്നെ ബഡ്ജറ്റിൽ സിമെന്റിനും പെട്രോളിനും ഒക്കെ വില കേറാൻ പോവുക. മാഷ് ദിവസേന സിമെന്റും പെട്രോളാണല്ലോ ഭക്ഷിക്കുന്നത്. സ്ഥലം വിട്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം. മനുഷ്യനെ വട്ടളക്കാതെ സ്ഥലം കാലിയാക്കാൻ നോക്കും മാഷേ. എന്തോ എനിക്ക് വന്നില്ല. ഏതായാലും നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അതെ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞങ്ങള് മാഷക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അയ്യോ, എന്തിന്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദേ, ഇന്ന് നടന്നു. എനിക്കൊരു സ്ഥലം വരെ പോകാൻ. മാഷേ, ഇന്ന് ഞങ്ങളോടൊന്ന് വന്നേ പറ്റൂ. ഈ ഒട്ട് മാവുണ്ടല്ലോ, അതിന്റെ തൈ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ അങ്ങോട്ട് പോവുക. ഒട്ടമാവ് കടപ്പുറത്തോട്ട് ചെല്ല്. ഉപ്പ് വെള്ളം ചുമ്മാ കോരിയെടുക്കാം. വാറ്റി ഉപ്പാക്കാമല്ലോ. അത് നേരെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാൻ ആ ഉപ്പ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എന്റെ മാഷെ, ഒട്ടുമാവിന്റെ തൈയൊക്കെ നമുക്ക് നാളെ വാങ്ങാം. അയ്യോ, നാളത്തേക്ക് സ്റ്റോക്ക് തീരും. അതുകൊണ്ടാ. മാഷി കൊണ്ട് നടക്കാം. ഇങ്ങോട്ട് വാ, മാഷെ. പിടിപിട്. നടക്ക്. സ്റ്റുഡൻസ് കണ്ട റെസ്പെക്ട് പോവും. നടക്ക് മാഷെ. ദേ, ഇവിടെ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? മാഷ് ഒരു 500 രൂപ എടുത്തേ. 500 രൂപയാ? മാഷെ, നമ്മൾ 4 ആളും 500 രൂപ ഇത് എടുത്താ മൊത്തം എത്ര രൂപയാവും? 500 രൂപ എടുക്കേ? മൊത്തം 2000 രൂപയാവും. തൽക്കാലം അത് കൊടുത്തിട്ട് നല്ല ഒന്നാം തരം കളർ ടി വി എടുത്തോണ്ട് നമുക്ക് വീട്ടിൽ പോകാം. ബാക്കിയൊക്കെ ഇൻസ്റ്റാൾമെന്റ്. ഇങ്ങോട്ട് എന്നെ ഇതിനാ നിങ്ങൾ ഇവിടെ പിടിച്ചോണ്ട് വന്നത്? ദേ, ഇതിനെങ്കിലും ഉടക്ക് പറയരുത്. മാഷെ, ലോകകപ്പ് ഫുട്ബോൾ ചുമ്മാ മുറിയിൽ നിന്ന് കാണാം മാഷെ. ഓ, പിന്നെ ലോകകപ്പ് മനുഷ്യന്റെ സമയം മെനക്കെടുത്താനുള്ള ഓരോ പണി. ലോകകപ്പ് മാഷ് കാണണ്ട. ടിവിയിൽ സിനിമയും ചിത്രകാരവും ഒക്കെ ഉണ്ടല്ലോ. എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾക്കറിയോ, പട്ടിണിക്കാരായ ജനങ്ങൾ റിവോൾട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന ഒരുതരം മയക്കുമരുന്നായി സിനിമയും ടി വി ഒക്കെ. രൂപ എടുക്കണം. നീ എടുക്കണോ? May I help you, sir? ഇയാളുടെ രൂപ എടുക്കാൻ ഗംഗാ മാഷ് മതി. പോക്കിത്തരം കാണിക്കരുത്. എനിക്ക് നിങ്ങളുടെ ടി വി പുല്ലൊന്നും വേണ്ട. മാഷെ, ഞങ്ങൾ ടി വി വാങ്ങിച്ച താമസിച്ച് കാണില്ലേ സൂമനായിട്ട്? ഇല്ല. ഇനി അഥവാ ഞാൻ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ടി വി ഓഫ് ചെയ്തോളൂ. ഈശ്വര, ബ്ലോക്ക് ഓഫീസ് അടച്ചു കാണുമോ എന്തോ. May I help you? ഒന്ന് ചുമ്മാ ഇരുന്ന് ഹെൽപ്പ് വേണമെങ്കിൽ പറയാം. Thank you, sir. ഇത് കണ്ടോ അരവിന്ദ മാഷെ, സ്റ്റോക്ക് തീരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇത് നമ്മുടെ മൂവാണ്ടനും കല്ലനും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം സാധന. നാട്ടിലെത്തുന്നത് വരെ വാടാതെ കിട്ടിയാ മതിയായിരുന്നു. ഇതൂടെ ചേർത്ത ഞങ്ങളുടെ മുറ്റത്ത് ഒട്ടുമാവ് 4 ആവും മാഷേ. ഗംഗനും സുജനപാലനും ഒക്കെ നിങ്ങളെ വിമർശിക്കുമ്പോ ഞാൻ സാധാരണ ന്യൂട്രലായിട്ടാണ് നിൽക്കാറ്. പക്ഷെ ഇന്നത്തെ കേസ് മഹാബോളായി പോയി മാഷെ. വെളിയിലെ പുറത്തെ വെള്ളം പോലെയാ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഒന്നിച്ചൊക്കെ താമസിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയൊക്കെ വേണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? സുജനപാലന് സമയമാവുന്നേ ഉള്ളൂ എന്ന് വെക്കുക. എന്റെ കാര്യം അതാണോ? വയസ്സത്രയായി. നാട്ടിൽ ഇത്തിരി സ്വത്തും കാര്യമൊക്കെ ഉണ്ട്, ജീവിക്കാൻ. ശരി തന്നെ. പക്ഷെ കല്യാണവും കഴിച്ച് കുടുംബവും കുട്ടികളും ഒക്കെ ആയി കഴിഞ്ഞാൽ ചെലവ് എവിടെ ചെന്ന് നിൽക്കും? ഇപ്പൊ തന്നെ
നഴ്സറി സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കാൻ ഡൊണേഷൻ എന്തുമാത്രാ ചോദിക്കുന്ന മാഷിന്റെ വിചാരം? അതെ അതെ, ആദ്യം ജനിക്കുന്ന ഇരട്ട കുട്ടികളോ മറ്റാണെങ്കിലോ ഡൊണേഷൻ ഇരട്ടിയാവും. ഈശ്വര, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അവരെ കെട്ടിച്ചുവിടാനുള്ള സ്ത്രീധനം, സ്വർണം, അതെ അതെ, അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. ഇയാൾ എവിടത്തുകാരനാടോ ഇത്? എടോ മനുഷ്യ, താൻ ഒന്ന് മനസ്സിലാക്കണം, നമ്മളൊക്കെ സാമൂഹ്യ ജീവികളാ. പരസ്പരം ആലോചിച്ചും ആശയങ്ങൾ കൈമാറിയൊക്കെയാ. ഇതൊക്കെ കവിതയ്ക്ക് വിഷയമാക്കാൻ കൊള്ളാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഗംഗന സുചരമല്ലോ ഒക്കെ പറയുന്ന പോലെ നടക്കട്ടെ. പറയുകയല്ല, പ്രാവർത്തികമാക്കുകയാണ്. മാഷേ, റോബിൻസൺ ക്രൂസോയെ പോലുള്ള സോളിറ്ററി ലൈഫാണ് നിങ്ങൾക്ക് നല്ലത്. പൊയ്ക്കോ, എല്ലാം എടുത്തോണ്ട് പൊയ്ക്കോ. ഒന്നിച്ചുള്ള പ്രേമസുരബലമായ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാം. ഓഹോ, അങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനം? അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. മടുത്തു മാഷേ, മടുത്തു. മടുത്തെങ്കിലേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ. ഈ വീടിന്റെ ഉടമസ്ഥൻ കുട്ടിരാമക്കുറുപ്പുമായി ഉണ്ടാക്കിയ വാടക കരാറിൽ, അതായത് കച്ചീട്ടിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണനാ. PK ഗോപാലകൃഷ്ണൻ, പുന്നക്കൽ കുന്നുംപുറത്ത് ഗോപാലകൃഷ്ണൻ. മനസ്സിലായോ? എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോ. അതല്ല മര്യാദയ്ക്ക് എന്നെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കാമെന്നാണെങ്കിൽ ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനങ്ങളിൽ വെച്ചേക്ക് കേട്ടോ. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? യവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. മാഷേ, ദാ മാഷ്ക്കൊരു കത്തുണ്ട്. പ്രിയപ്പെട്ട ഗോപേട്ട, എന്റെ മനസ്സിനെ തടഞ്ഞു നിർത്താൻ ഇനിയും എനിക്കാവില്ല ഗോപേട്ട. ഒരു പെണ്ണിന്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് എന്റെ പോയിട്ട് നാളെ 7-8 പൈങ്കൻ ഈറ്റ വെട്ടാൻ പോയി കിഴക്കൻ മുളം കാട്ടി. കേകയാണ് ഇങ്ങനെ പൈങ്കനെ. പരസ്പരം അറിയുകയോ ഒരിക്കലെങ്കിലും ഒന്ന് മിണ്ടുകയോ ചെയ്തിട്ടില്ലാത്ത ആളിന് ഒരു കത്തെഴുതേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഹൃദയമിടിപ്പ് ഗോപേട്ടന് മനസ്സിലാവോ? എന്തു ചെയ്യാൻ, ഈ ഉള്ളവൾ ഗോപേട്ടനെ അത്രയ്ക്ക് സ്നേഹിച്ചുപോയി. എന്തൊരു ഭ്രാന്താണിതെന്നായിരിക്കും ഗോപേട്ടന്റെ ആദ്യത്തെ പ്രതികരണം. അതെ ഗോപേട്ട, സ്വന്തം മനസ്സിന്റെ മേലുള്ള നിയന്ത്രണം നമുക്ക് തന്നെ കൈവിട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. സ്നിഗ്ധമായൊരനുഭൂതിയായി ഒരു മന്ദമാരുതനെ പോലെ എന്നോ ഒരിക്കൽ എന്റെ മനസ്സിന്റെ വാതായനങ്ങൾ തുറന്ന് ഗോപേട്ടൻ കടന്നു വന്നു. എന്താ 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 അത് ഞാൻ കഥ പറഞ്ഞപ്പോ ഇയാള് കയറി പിടിച്ചോ? സ്ത്രീകളുടെ ബാത്റൂമിൽ. സ്ത്രീകളുടെ ബാത്റൂമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ടീച്ചർ സത്യം പറ, ഇവൻ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും അങ്ങ് പേടിച്ചു പോയി, അതാണ്. മാഷ് എന്തിനാ അതിനകത്ത് പോയത്? അതെനിക്കും പിടിയില്ല. മാഷ്ട കയ്യിലെന്തോ ഒരു കടലാ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഇയാൾക്ക് കുറച്ച് ഭ്രാന്തുണ്ടെന്ന്. എനിക്കും ആ സംശയം ഇല്ല. ഏതായാലും സ്റ്റുഡൻസ് ഇത് അറിയണ്ട. എന്നാലും മാഷ ഇത് തീരെ മോശമായി പോയി. അയ്യോ, ഞാൻ എല്ലാവരും ക്ലാസ് പോ. ടീച്ചർ, ഞാൻ ആ ആ ആ ആ എന്താ ഇത്? ഇയാൾക്ക് ഭ്രാന്ത് തന്നെയാ. ഇതെന്റെ കണ്ടടയാ. അങ്ങനെ अंग्रेजों ने आते जाते हमारे राष्ट्रीय जीवन को भारी आघात पहुंचाया. देश के विभाजन के बाद भारी खून खराबा हुआ. प्रसादा के लिए संप्रदाय गदा का എന്തേ हिंदी. ഗെറ്റ് ഔട്ട്. ട്യൂട്ടോറിയലിന്റെ മുൻപിലും ബസ് സ്റ്റോപ്പിലുമൊക്കെ വെച്ച് പലപ്പോഴായി ഞാൻ ഗോപേട്ടനെ കാണാറുണ്ട്.
ഗോപേട്ടൻ എന്നെ ശ്രദ്ധിക്കാറില്ലെങ്കിലും ഗോപേട്ടന്റെ പണമോ സൗന്ദര്യമോ ഒന്നുമല്ല എന്നെ ആകർഷിച്ചത്. ലൈറ്റ് ഓഫ് ആക്കടോ. കറണ്ട് ബില്ലിന്റെ ഷെയർ ഞങ്ങൾ എടുക്കുന്നതാ. തന്റെ പ്രാക്കാരണം ഞങ്ങൾ ചീട്ടുകൾ നിർത്തി. താൻ ഇവിടുത്തെ മുതലാളിയോ? ഓഫ് ആക്കടോ ലൈറ്റ്. ആ കടലാസം കൈ വെച്ച് കോളേജിൽ നിന്ന് കറങ്ങുന്നുണ്ടല്ലോ. എന്തുവാ മാഷ കടലാസ്? പറയാൻ മനസ്സില്ല. ഇല്ലേ, വേണ്ട. ലൈറ്റ് ഓഫ് ആക്കാനാ പറഞ്ഞത്. ഈ മാസത്തെ കറണ്ട് ചാർജ് ഞാൻ കൊടുത്തോളാം. കൊച്ചുകുട്ടിയുടേതുപോലെ നിഷ്കളങ്കമായ ആ മുഖഭാവം, സ്നേഹത്തിന്റെ അനന്തസാഗരം അലയടിക്കുന്ന ആ കണ്ണുകൾ, ഗോപേട്ടനെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. സൂർദാസിന്റെ കാവ്യം ഞാൻ വിശദമായി വ്യാഖ്യാനിച്ചു തന്നത് ഓർമ്മയുണ്ടല്ലോ. ആ കാവ്യത്തിന്റെ ആദ്യത്തെ 8 വരികള്, അതിന്റെ സാരം മലയാളത്തിൽ അങ്ങോട്ട് എഴുതുക. കാവ്യത്തിന്റെ സാരം മലയാളത്തിലാക്കാൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ സാർ. അത് ഞാൻ തീരുമാനിക്കാം. അത് തീരുമാനിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതല്ല സാർ. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എല്ലാവരും നോട്ട് പുസ്തകം എടുക്കുക. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള ധൈര്യം ഇപ്പൊ എനിക്കില്ല ഗോപേട്ട. അജ്ഞാതയായിട്ടെങ്കിലും എന്റെ സ്നേഹം ഗോപേട്ടനെ അറിയിക്കാനുള്ള വീർപ്പുമുട്ടലുകൊണ്ട് മാത്രം ഞാൻ എഴുതിപ്പോയതാണ്. എന്നോട് ക്ഷമിക്കൂ ഗോപേട്ട. ഇനിയും ഒരു കത്തുകൂടി എഴുതാൻ എനിക്ക് ധൈര്യം കിട്ടുമെങ്കിൽ ഞാൻ ആരെന്നും മറ്റും അപ്പോൾ വെളിപ്പെടുത്താം. പ്രിയപ്പെട്ട ഗോപേട്ട, എന്റെ മനസ്സിനെ തറഞ്ഞു നിർത്താൻ എനിക്ക് ആവില്ല ഗോപേട്ട. സ്നേഹിക്കാൻ തുടങ്ങി എന്താണത്? ഇന്നലെ സ്ത്രീകളുടെ വേണ്ട എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. എന്താണ് അതിന്റെ അർത്ഥം? അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഗോപാലകൃഷ്ണ മാഷേ, മാഷൊരു കത്തുണ്ട്. ഗോപേട്ട, ഇനിയും ഒരു കത്തുകൂടി എഴുതാൻ എനിക്ക് ധൈര്യം കിട്ടുമെങ്കിൽ ഞാൻ ആരെന്നും മറ്റും അപ്പോൾ വെളിപ്പെടുത്താം. പ്രിയപ്പെട്ട ഗോപേട്ട, ആദ്യത്തെ കത്ത് എന്ന കടമ്പ കടന്നു കിട്ടിയപ്പോൾ എങ്ങനെയോ ഒരു ധൈര്യം കൈവന്ന പോലെ ഇനി എല്ലാം തുറന്നെഴുതാമെന്നൊരു തോന്നൽ. ഈ ലോകം മുഴുവൻ കേൾക്കെ എനിക്ക് ഉറക്കെ വിളിച്ചു പറയണം, ഞാൻ ഗോപേട്ടനെ സ്നേഹിക്കുന്നു, ഗോപേട്ടനെ സ്നേഹിക്കുന്നു എന്ന്. ഗോപേട്ട, ഞാൻ ആരാണെന്നറിയാൻ ഗോപേട്ടന് കൊതിയുണ്ടാവില്ലേ? നേരിട്ടൊന്ന് കാണാൻ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാവില്ലേ? എൻ്റെ പേര് രാധിക. ഞാൻ എന്നും കവിത ബസ്സിലാണ് ടൗണിൽ വരാറുള്ളത്. ഗോപേട്ടന്റെ ട്യൂട്ടോറിയലിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് എന്നും ബസ് ഇറങ്ങാറുള്ളത്.
രാധയുടെ ബസ് എന്നും വൈകിയോ? രാധിക. പെണ്ണിന്റെ മനസ്സിനെ പറ്റി എഴുതി വട്ടായി പോയ മനഃശാസ്ത്രജ്ഞനെ പറ്റി കേട്ടിട്ടില്ലേ? എവളുമാർക്ക് ആരോട് എപ്പോ എങ്ങനെ പ്രേമം തോന്നും എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അതെ അതെ, വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഒരു സുന്ദരി പെൺകുട്ടി ഒരു സാധാ പാരൽ കോളേജ് ഹിന്ദി മാഷ കയറി പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ചിലപ്പോ ഇതൊരു സഹതാപത്തിൽ നുടലെടുത്ത പ്രേമമായിരിക്കും. മൂപ്പൽ സ്ഥിരമായിട്ട് പെണ്ണ് കാണാൻ പോകുന്നതും ഒരെണ്ണം പോലും ശരിയാത്തതൊക്കെ ആ പെൺകുട്ടി അറിഞ്ഞു കാണും. മനുഷ്യൻ ഇത്രയും അസൂയ പാടില്ല. കൊള്ളാവുന്ന ഒരു കുട്ടി എന്നെ പ്രേമിക്കുന്നത് ഒരുത്തനും പിടിക്കുന്നില്ല അല്ലേ? ചേ, അതല്ല മാഷെ, സംഭവത്തിന്റെ സത്യാവസ്ഥ എന്തായിരിക്കുമെന്ന് ഞങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയതാ. ഒരു വിശകലനവും വേണ്ട. നിങ്ങൾക്കറിയോ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം. പക്ഷെ ഒരു പെണ്ണിന്റെ പരിമിതികൾ കാരണം ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒക്കെ ഒരു മോറൽ സപ്പോർട്ട് ഇക്കാര്യത്തിൽ കിട്ടുന്ന എല്ലാം പറഞ്ഞപ്പോ എന്നെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം നിങ്ങൾക്ക് ഇപ്പോഴും. ഞങ്ങൾക്കൊരു ദേഷ്യം ഇല്ലേ? വാടക കരാറിൽ ഒപ്പുവെച്ച ആളോട് ദേഷ്യപ്പെട്ട് എന്താ കാര്യം? ഞാൻ കഞ്ചൂസനും ലുബ്ധനുമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഇപ്പൊ എന്നെ പ്രേമിച്ചിരിക്കുന്നത്. കഞ്ചൂസൻ ആയതുകൊണ്ടാണ് പ്രേമിക്കുന്നതെന്ന് ആ കുട്ടി പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ എന്റെ എല്ലാ സ്വഭാവവും ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവണല്ലോ. ഉണ്ടാവാം. മാഷേ, ആ കുട്ടി നിങ്ങളെ പ്രേമിക്കുന്നു എന്ന് പറയുന്നതും നിങ്ങൾക്ക് എഴുത്തെഴുതി എന്ന് പറയുന്നതും ഒക്കെ ശരി തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങളൊരു അധ്യാപന ഉടനെ കയറി മറുപടി എഴുതി സ്വന്തം വെയിറ്റ് കളയാനൊന്നും പോണ്ട അല്ലേ? എന്തോ എനിക്കിപ്പോഴും ഇത് തീരെ വിശ്വാസമാകുന്നില്ല. എന്റെ പൊന്നു സുന്ദരപാലൻ മാഷെ, ആ കുട്ടിക്ക് എന്നോട് അഗാധമായ പ്രേമമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തുറന്നു എഴുതുവോ? എന്റെ ഈശ്വര, എന്റെ വീർപ്പ് മുട്ടൽ ഒരൊറ്റ മനുഷ്യനും മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും അല്ല മാഷെ. സംഗതി സീരിയസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് ഞങ്ങൾ മാഷോട് അയക്കും. അത് വേറെ കാര്യം. അത്രയേ എനിക്ക് വേണ്ടൂ. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ധൈര്യമായിട്ട് ഇരിക്കും മാഷേ. ഗോപാലേഷൻ മാഷിന്റെ ജീവിതത്തില് വലിയൊരു സംഭവം നടന്ന ദിവസമാണെന്ന്. ഈ ബില്ല് ഇന്ന് പേ ചെയ്യാനുള്ള അവസരം നമ്മൾ മൂപ്പർക്ക് കൊടുക്കണം. തീർച്ചയായും തീർച്ചയായും. അയ്യോ, കഷ്ടമായി പോയല്ലേ എന്റെ ഈശ്വര. പേഴ്സ് എടുക്കാൻ മറന്നുപോയി. സാർ, ഞാൻ ഇന്നലെ വന്നിരുന്നു, കാണാൻ പറ്റിയില്ല. വിശേഷിച്ച് കുറച്ചു ദിവസമായി കത്തൊന്നും കിട്ടിയില്ല. എന്ത് കത്ത്? ഓർമ്മയില്ലേ, അന്ന് കോളേജിൽ ഒരു കത്ത് കൊണ്ടുതന്നു, പിന്നെ റോട്ടിൽ വെച്ച് മറ്റൊരു കത്ത്. അതിനെ അല്ല, പിന്നെ കത്തൊന്നും കിട്ടിയില്ല. കൊണ്ടേ കിട്ടുമല്ലോ. കിട്ടും, എന്നാലും ഞാനൊന്ന് മേലുവിലാസക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കത്ത് കൊണ്ടേ കൊടുക്കാനുള്ള സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. സാർ, സാർ, എന്താ പ്രശ്നം? അല്ല, ഇക്കാലത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടൊക്കെ ജീവിക്കാൻ പ്രയാസാണെന്ന് അറിയാം. അതുകൊണ്ട് ഇതിരിക്കട്ടെ. എന്തോന്നാ ഇത്? 2 രൂപ എന്റെ ഒരു സന്തോഷത്തിന്. സന്തോഷം? ഞാനെന്താ ഭിക്ഷക്കാരനോ? അല്ല, എനിക്ക് വരുന്ന കത്തുകളൊന്നും മിസ്സാവാതെ ശ്രദ്ധിക്കാൻ. ഇയാളുടെ തലയ്ക്കുമല്ല തകരാറുണ്ട്. അല്ല, എനിക്ക് വരാനുള്ള കത്തേ വളരെ പ്രാധാന്യമുള്ളതാ, അതുകൊണ്ടാ. ഓഹോ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇയാളുടെ പേർക്ക് വരുന്ന കത്തുകൾ ഫ്രെയിം ചെയ്ത് മാലയിട്ട് പൂജിച്ചു വെച്ചേക്കാം. എന്താ? ഇത് എവിടെ നിന്നാടാ പുതിയൊരു കുരിശ്? അപ്പൊ സാർ, കത്തൊന്നുമില്ലേ? സാറോ? ഇളക്കല്ലേ മാഷെ, ഇയാൾ സ്വന്തം മേലുലാസ്തി ചെന്ന് വെയിറ്റ് ചെയ്യ്. കത്ത് അവിടെ വന്നോളും. മാഷെ, ഒരു കത്തുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന ഗോപേട്ടനെ വളരെ ദൂരെ നിന്ന് തന്നെ ഞാൻ കൺകുളിർക്കെ കണ്ടു. ആരെയും കൂസാത്ത ആ നിൽപ്പും തലയെടുപ്പും കണ്ടപ്പോൾ എന്റെ മനസ്സ് എന്നോട് പറയുകയായിരുന്നു, അതാ നിന്റെ ഗോപേട്ടൻ. ഒന്നും നോക്കാതെയും ഒരു വാക്ക് മിണ്ടാതെയും ഒരു അപരിചിതയെ പോലെ നടന്നുപോയതിൽ എന്നോട് പിണങ്ങല്ലേ ഗോപേട്ട. ഞാനൊരു പെണ്ണായി പോയില്ലേ? നമ്മുടെ ബന്ധം ആരെങ്കിലും അറിഞ്ഞാൽ? ഇവളൊരു ജോലി ചെയ്യുന്ന കുട്ടിയില്ല, എന്തോന്ന് ഇത്ര പേടിക്കാൻ? വായിച്ച് തീരട്ടെ. ഇനി ബസ് സ്റ്റോപ്പിലൊന്നും കാത്തു നിൽക്കല്ലേ ഗോപേട്ട. റോഡിൽ വെച്ച് മിണ്ടാനും വരല്ലേട്ടോ. അതെ, ഞാനിപ്പോ താമസിക്കുന്നത് ഒരു ബന്ധു വീട്ടില. ബാങ്കിലോ ആ വീട്ടിലോ ഗോപേട്ടൻ കത്തയക്കരുത് പ്ലീസ്. ഞാനാണെങ്കിൽ ഗോപേട്ടന്റെ ഒരു കത്ത് കാണാൻ ഹൃദയമെടുപ്പോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യൂ ഗോപേട്ട, ഞങ്ങളുടെ ബാങ്കിലെ പ്യൂൺ ശങ്കരേട്ടനെ പരിചയമുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ മാത്രമേ വിശ്വാസമുള്ളൂ. ഗോപേട്ടന് ഒരു കത്തെഴുതി ശങ്കരേട്ടനെ കൊടുക്കോ? ശങ്കരേട്ടനെ നന്നായി സോപ്പിട്ടാലേ കാര്യം നടക്കൂ. ഓഹോ, നമ്മുടെ ശങ്കരേട്ടനെയാണ് മീഡിയേറ്റർ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏത് ശങ്കരേട്ടൻ? അരവിന്ദ മാഷിന് പരിചയമുണ്ടോ ഈ ശങ്കരേട്ടനെ? ഞാൻ പണ്ട് വിക്ടറിയിൽ പണിയെടുത്തിരുന്നപ്പോ ഈ ശങ്കരേട്ടന് ഞാനും ബാർമേറ്റ്സാ. അയ്യോ, എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടണല്ലോ. ആള് ഇമാതിരി കാര്യങ്ങൾക്കൊക്കെ തയ്യാറാവോന്നറിയില്ല.
വല്ലാത്തൊരു മുൻസുണ്ടിക്കാരനാന്നേ. പിന്നെ തണ്ണിപ്പാർട്ടി ആയതുകൊണ്ട് ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ചൊന്ന് സൽക്കരിച്ചാ ചിലപ്പോ. സൽക്കരിക്കാം, കുപ്പിയൊക്കെ വാങ്ങാം. അതൊക്കെ വലിയ ചെലവല്ലേ? അതൊന്നും സാരമില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ. അരവിന്ദ മാഷ എത്രയും പെട്ടെന്ന് ശങ്കരേട്ടനെ ക്ഷണിക്ക്. ഭയങ്കര കൃത്യനിഷ്ഠയാണല്ലോ. 8 മണിയെന്ന് പറഞ്ഞാൽ കിറി കൃത്യം 8. ഗംഗമാഷേ, ശങ്കരേട്ടൻ എത്തിക്കഴിഞ്ഞു. ഞാനൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എത്തിയായിരുന്നുള്ളൂ. അതിനാ പോലീസുകാരൻ സമ്മതിച്ചില്ല. പോലീസുകാരനോ? അതെ, ഞാൻ സുഖമായിട്ട് വളരെ സാവധാനത്തിൽ അങ്ങനെ സൈക്കിൾ ഓട്ടി വരികയായിരുന്നു. നമ്മുടെ ഓട്ടമ്പിന്റെ മുമ്പിലെത്തിയപ്പോ ഒരു പോലീസുകാരൻ രാത്രി ലൈറ്റ് ഇല്ലാതാണ് അവിടെ സൈക്കിൾ ഓട്ടി കള്ള വാസ്ക നിൽക്കാം അവിടെ. ഞാൻ നിന്നില്ല, ഞാൻ ബാണം വിട്ട മാതിരി ഒരു ഒറ്റ വിടല. അതാണ് ഈ കറക്റ്റ് സമയത്തിന് ഇവിടെ എത്താൻ കാരണം. അല്ല, നമ്മുടെ രാധികയുടെ കാമുക സ്ഥലത്തില്ലേ? കാമുകൻ ശങ്കരേട്ടന് കുപ്പി വാങ്ങിക്കാൻ പോയിരിക്കുക. അപ്പൊ ആള് രംഗത്തിറങ്ങി കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ കത്ത് കിട്ടിയപ്പോ തന്നെ ചെല്ല് കടിച്ച പോലെ മൂപ്പര് പരക്കം പായാൻ തുടങ്ങി. കഷ്ടല്ലടോ ഇതൊക്കെ. ഒരു ചെറുപ്പക്കാരനെ കൊണ്ട്. ശങ്കരേട്ടൻ അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോ നേരെ ഇങ്ങോട്ട് പോരുക. ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്ക് ശങ്കരേട്ടൻ ഒരു ഹംസമായിട്ട് ഒന്ന് നിന്ന് തന്നാ മതി. ഹംസേ? ഹംസയല്ല, ഹംസം. നളദമയന്തി കഥയിലെ ഹംസം. രാധികയ്ക്ക് അവൻ എഴുതുന്ന കത്തുകൾ ശങ്കരേട്ടൻ എന്ന ഹംസം വാങ്ങിക്കുക, അത് ഞങ്ങളെ ഏൽപ്പിക്കുക. ആ കത്തുകൾക്കുള്ള രാധികയുടെ മറുപടി ട്യൂട്ടോറിയൽ വിലാസത്തിൽ ഞങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ഇങ്ങനെയല്ലാതെ ഇവനെ ഒരു മനുഷ്യനാക്കി എടുക്കാൻ പറ്റില്ല ശങ്കരേട്ടാ. നമ്മളൊരു ഹിന്ദുവിനെ മുസ്ലിം ആക്കാൻ എന്താ ചെയ്യാറ്? പൊന്നാനിയെ കൊണ്ടുപോയി തൊപ്പിയിടും. ഇതും അതുപോലൊരു കേസ് തന്നെ. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ ഒരു തൊപ്പി. അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിറച്ച് കാശുണ്ട്. ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും സമ്പാദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അതല്ല, നിങ്ങളെ കയ്യക്ഷരം കണ്ടിട്ട് അവന് തീരെ മനസ്സിലായില്ല. ഏയ്, ഈ സുജനപാലന ഇടത് കൈ കൊണ്ട് എഴുതിയ അസല് പെണ്ണിന്റെ കൈപ്പടയാണെന്നേ തോന്നുന്നു. ഈ ഒരു സന്ദർഭം മുൻകൂട്ടി കണ്ടിട്ടാവണം ദൈവം എനിക്ക് ഇങ്ങനെ ഒരു സ്ഥിതി തന്നിരിക്കുന്നത്. എന്തായാലും സംഗതി കൊള്ളാം. നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കി മാറ്റുന്ന കൂട്ടർ തന്നെയാ. അല്ല, ഈ കഞ്ചൂസം പട്ടിയെ ആടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കൂട്ടരാണ് ഞങ്ങള്. അവന്റെ കാശ് കുറെ കളയിപ്പിച്ചേ ഒക്കു ശങ്കരേട്ടാ. ഇതൊക്കെ സത്യാന്ന് വിശ്വസിച്ച് ഈ വങ്കൻ ആ പെൺകുട്ടിയായിട്ട് നേരിട്ട് മുട്ടിയാലോ എന്നാ. ആ കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി കത്തിലൂടെ വേണ്ട മുൻകരുതലുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പോരാത്തിന് ശങ്കരേട്ടൻ കൂടെ ഉണ്ടല്ലോ. സഹായിക്കണേ, ഒന്ന് സഹായിക്കണേ. നമ്മുടെ കാമുകന്റെ ദീനരോധനം അല്ലേ ആ കേൾക്കുന്നത്? ഗംഗമാഷെ, ഒന്ന് പോയി സഹായിച്ചേ. വരുന്നുണ്ട് കേട്ടോ. ശങ്കരേട്ടൻ എത്തിയിട്ടുണ്ട്. എന്റെ കാര്യം പറഞ്ഞോ? പറഞ്ഞു എന്ന് മാത്രമല്ല, മീഡിയേറ്റർ ആയിട്ട് നിൽക്കാന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. ഈശ്വര, അത് വലിയ കാര്യമായി പോയി. ആ, ഞങ്ങൾ അങ്ങേയറ്റം നിർബന്ധിച്ചോണ്ടാ പുള്ളിക്കാരൻ സമ്മതിച്ചത്. താങ്ക് യു ഗംഗമാഷെ, അങ്ങേയറ്റം താങ്ക് യു. പിന്നൊരു കാര്യം, മൂപ്പരെ സോപ്പിട്ടും ബഹുമാനിച്ചും ഒക്കെ നിന്നോണം. അത് ഞാൻ ഏറ്റു ഏറ്റു. ഇതാണ് ശങ്കരേട്ട, രാധികയുടെ ഇഷ്ട പ്രാണേശ്വരൻ. നമസ്കാരം ശങ്കരേട്ട, ഒന്ന് പിടിച്ച്. കൊച്ചു കള്ള, വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ? ഞങ്ങളുടെ ബാങ്കിൽ ആ ചക്കരക്കുട്ടിയെ എങ്ങനെ താൻ വളച്ചെടുത്തു? അതെ, ഞങ്ങളുടെ പഞ്ചാരക്കുട്ടിനെ നിങ്ങളുടെ കുട്ടിയെ വളച്ചെടുത്ത് അല്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ അങ്ങ് അടുത്ത് പോയതാ. ആ കുട്ടി ഇതുവരെ ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കണം ഞാൻ കണ്ടിട്ടില്ല. എന്തിന് എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. മാനേജർ വിളിച്ചാൽ തന്നെ ഇന്റർകോമിൽ സംസാരിക്കല്ലാതെ മുറി പോയില്ല. അതെയോ? ഓ, എന്റെ ഭാഗ്യവാനേ. എന്നാ ഇനി സമയം കളയണ്ട, എല്ലാം റെഡി. ശങ്കരേട്ട മതിയോ? മതിയാവുമ്പോ അങ്ങനെ പറയാം, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കടോ. അല്ല, മാഷോയ്ക്കില്ലേ? അയ്യോ, ഞാൻ കഴിക്കില്ല. കൊച്ചു കള്ള, ഞങ്ങൾ കഴിക്കുമ്പോ സ്ഥിരം ഓസി അടിക്കുന്ന ആളാ. ഇപ്പൊ പറയണ കേട്ടില്ലേ? മാഷ് ഇതുവരെ കഴിച്ചിട്ടില്ലേ? അത് ശങ്കരേട്ട, രാധികവും മറ്റോ അറിഞ്ഞാൽ. ആ, അറിഞ്ഞാലോ ആ നിമിഷം തൂങ്ങിച്ചാവേ. ഒരെണ്ണടുത്ത് ഒഴുക്കി മാഷേ. മാഷ് നിങ്ങളുടെ വീശിയെ. എന്നിട്ട് ഐശ്വര്യമായി പോയി രാധികയ്ക്ക് ഒരു മറുപടി എഴുതിയാട്ടെ. ചൂടോടെ ഇപ്പൊ ശങ്കരേട്ടനെ ഏൽപ്പിക്കാലോ. അതിപ്പോ എന്താ ഇത് എങ്ങനെ? അങ്ങോട്ട് വീശു മാഷേ, ഒരു ഓജസൊക്കെ വരട്ടെന്ന്. ശങ്കരേട്ട, രാധിക ഇതൊന്നും അറിയരുത് കേട്ടോ. ഇതങ്ങോട്ട് പിടിച്ചേ. മണിയായിട്ട് ഒരെണ്ണം ചെന്നങ്ങോട്ട് കാച്ചേ അല്ലേ? അല്ല, എനിക്കൊന്ന് ആലോചിക്കണം. ഇപ്പൊ ഒരു മൂഡില്ല. ശങ്കരേട്ട, എഴുതിയിട്ട് ഞാൻ കാലത്ത് അങ്ങോട്ട് ഏൽപ്പിച്ചാ പോരെ? മാഷ് ഇതുമായിട്ട് ആ രാത്രിയുടെ ഏകാന്തതയിലേക്ക് ചെന്നേ. മൂടൊക്കെ നമുക്ക് വരുത്താം. അതെങ്ങനെ? താൻ ഏകാന്തയിലോട്ട് പോടോ.
പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ കളമൈനകൾ രാപ്പന്തലിൽ പാടി ശുഭരാത്രി ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ കനകാംബരങ്ങൾ പകരുന്നു കൗതുകം കനകാംബരങ്ങൾ പകരുന്നു കൗതുകം നിറമാലകൾ തെളിയുന്നതാ മഴവിൽ കൊടി പോലെ ആയിരം കൈകളാ അലകളതെഴുതുന്ന രാവിൽ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലകലികയിൽ ഏകദീപം നീ പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ എന്റെ രാധികക്ക് എങ്ങനെ തുടങ്ങണം എന്തെഴുതണം എന്ന് എനിക്കറിയില്ല. മുജ്ജന്മങ്ങളിൽ നമ്മൾ ഇതുപോലെ കവിതാക്കളായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഈ സമാഗമത്തിന് ഈശ്വരൻ കളമൊരുക്കില്ലല്ലോ. പിന്നെന്താണ് ഇത് ഹിന്ദുസ്ഥാനി? ഹിന്ദി. പ്രഥമ ദർശൻ മേ പ്യാർ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. വന്നു കണ്ടു കീഴടക്കി. എന്റെ ഓമനെ നീ ഒരു 4 മണി പൂവാണ്. എന്റെ ഹൃദയ കവാടം തുറന്നു വന്ന പഞ്ചവർണ്ണ കിളിയാണ് നീ. ഇവന്റെ 2 പെഗ്ഗടിച്ചതിന് എന്തെല്ലാം സഹിക്കണം. ഓ മേരെ ജീവൻ സാഥി, मैं तुझे प्यार करता हूँ, मैं तुझे बहुत प्यार करता हूँ. തുറന്നിട്ടിരിക്കാണ്. വായിക്ക്. നമ്മുടെ പേരുകൾ തമ്മിൽ തന്നെ എന്ത് ചേർച്ച. ഗോപാലകൃഷ്ണനും രാധികയും. ചിരി എഴുതി വെച്ചിരിക്കുക. വായിക്ക്, നല്ല രസമുണ്ട്. കുട്ടിക്കറിയോ, എന്നെ വീട്ടിൽ വിളിക്കുന്ന ഓമന പേര് കണ്ണൻ എന്നാണ്. ഇവനെ ദൈവമേ, നിന്റെ പരീക്ഷണം. കണ്ണനും രാധയും, രാധയും കണ്ണനും! ! ഉണ്ടോ? നമ്മുടെ അനുരാഗ നദി
നിർവിഘ്നം ഒഴുകി ഒഴുകി എന്നാണ് കല്യാണ സാഗരത്തിൽ ചെന്ന് പതിക്കുക. എവിടെങ്കിലും കൊണ്ട് പതിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. അയ്യോ, ഇത് അത്ര പെട്ടെന്ന് പതിപ്പിച്ചാ പറ്റില്ല ശങ്കരേട്ടാ. ഈ അക്കൗണ്ടിൽ കുറച്ചു കാലം നമ്മുടെ കാര്യങ്ങളൊക്കെ കുശാലായിട്ടങ്ങ് നടന്നുകൊണ്ടതാ. മാഷുവ മറുപടി എഴുതാൻ നോക്ക്. മറുപടിക്ക് പറ്റിയ പുതിയ ചില പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. റെഡി ആയിക്കോ. എന്റെ പ്രിയപ്പെട്ട ഗോപേട്ട, വിറയ്ക്കുന്ന കൈകളോടെയാണ് ഗോപേട്ടന്റെ കത്ത് ഞാൻ കൈപ്പറ്റിയത്. സ്നേഹരാഗത്തിന്റെ കൈക്കുമ്പിളിൽ ഞാൻ വെച്ച് നീട്ടിയ എന്റെ തുടിക്കുന്ന ഹൃദയം ഗോപേട്ടൻ തള്ളുമോ കൊള്ളുമോ എന്നറിയാതെ ഉൾക്കിടിലത്തോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. മഴക്കാർ നീങ്ങി, മാനം തെളിഞ്ഞു, മനസ്സിലെ തിരയടങ്ങി. ഗോപേട്ടന്റെ കത്ത് ഒരു 100 വട്ടമെങ്കിലും ഞാൻ വായിച്ചു കാണും. എന്ത് ഭംഗിയുള്ള കൈപ്പട! ഹിന്ദി പഠിച്ച ഗോപേട്ടന് മലയാളം എങ്ങനെയും വഴങ്ങുമോ? സോറി ഗോപേട്ട, എനിക്കൊട്ടും ഹിന്ദി അറിയില്ല. മേരെ ജീവൻ സാത്തി മേ തുംസെ പ്യാർ കർത്താ ഹൂം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് എഴുതി അറിയിക്കുമോ? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതണമെന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഗോപേട്ടൻ പിണങ്ങോ? ഒരിക്കലുമില്ല. പറയട്ടെ? പറയൂ പറയൂ. പിണങ്ങില്ലെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പ്. ഗോപേട്ടന്റെ മുഖത്തിന് ആ മീശ തീരെ യോജിക്കുന്നില്ല. മീശയില്ലാത്ത ഗോപേട്ടനെയാ എനിക്കിഷ്ടം. എന്തുപറ്റി പക്ഷേ? രോമം കൊഴിയുന്നുണ്ടോ എന്നൊരു സംശയം. പുഴുനടപ്പാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? വൃത്തിയുടെ മാറി കിട്ടി. അതെ അതെ, മീശ ഇല്ലാത്ത മാഷിന്റെ മുഖത്തിന് ഭംഗി. ശങ്കരേട്ടാ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ളതാ. എന്താ കുട്ടി, സുഖം തന്നെയല്ലേ? വീട്ടിൽ നിന്ന് എഴുത്തുകളൊക്കെ വരാറില്ലേ? ശങ്കരേട്ടൻ എന്താ പുതിയ ലോഹിയൊക്കെ? ഞാൻ ഇതിനു മുമ്പ് കുട്ടിയോട് ലോകം കാണിച്ചിട്ടില്ല. ഇല്ല. എന്നാ ഇനി മുതൽ ലോകം കാണിച്ചാളയാ. എന്താ, സുഖം തന്നെയല്ലേ? ഓ, ശങ്കരേട്ടൻ അസുഖമൊന്നുമില്ലല്ലോ. ആ, കുട്ടിയുടെ ഒക്കെ കാര്യം കൊണ്ട് സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എന്റെ കാരുണ്യം കൊണ്ടോ? ശങ്കരേട്ടാ. ആ, മാഷോ, ഇതെന്താ ഇവിടെ? ഇവിടെ ഇതെന്ത് പറ്റി? മാഷ മോന്നല്ല പുത്തങ്കാലം പോലെ ഉണ്ടല്ലോ. ഞാൻ മീശ എടുത്തു. നന്നായിട്ടുണ്ടാ? അസലായിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയും കുറച്ച് കുമ്മായം കൂടി തൊട്ടാ മതി, കണ്ണു വിടാണ്ടിരിക്കാനേ. നിങ്ങളെന്താ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് ക്ലാസ് ഇല്ലേ? അല്ല, ഇത് രാധികക്ക് കൊടുക്കണമെന്ന് വലിയൊരാഗ്രഹം. ഇതെന്താ? സാരിയാ, പട്ടുസാരി. സാരിയോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മാഷെ? ഇതൊരു സ്ഥാപനല്ലേ? സാരി കീരി എന്നൊക്കെ പറഞ്ഞു ഇവിടെയാ വരണേ? അല്ല, ഞാനല്ല. പിന്നാരും ഞാനോ? അല്ല, അങ്ങനെയല്ല. ഗോപേട്ടൻ തന്നാണെന്നും പറഞ്ഞിട്ട് ശങ്കരേട്ടൻ തന്നെ അങ്ങ് കൊടുത്താൽ മതി. ഏത് ഗോപേട്ടൻ? ഗോപേട്ടൻ ഞാൻ ശങ്കരേട്ടൻ ഒന്ന് പിടിച്ചേ. ആ, ഇത് ഞാൻ കൊടുത്തേക്ക. മാഷ് ഉടനെ സ്ഥലം വിട്ടേക്കണം. മേലെ ഈ വഴിക്കൊന്നും കണ്ടുപോകാം. നിങ്ങളവിടെ കണ്ട അവൾ എന്നെ ഇട്ട് ചാടിക്കും. ശങ്കരേട്ടൻ കാരണം എന്റെ മാനം പോയെന്ന് പറഞ്ഞ് അവൾ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കും. ഞാനിനി ഇങ്ങോട്ട് വരികയില്ല. ശങ്കരേട്ടൻ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തു തരണം. എന്ത്? നാളെ ഈ സാരി എടുത്തുകൊണ്ട് ബാങ്കിൽ വരാൻ രാധികയോട് പറയണം. ഞാൻ ദൂരെ ഒന്ന് കണ്ടോളാം. എന്റെ ഒരു ആശയാണെന്ന് പറഞ്ഞാൽ മതി. ശരി, പറയാം. പിന്നെ ഞാൻ മീശ എടുത്തു എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. എന്തിന്? തന്റെ മീശ എടുക്കാൻ അവൾക്ക് വല്ല നേർച്ച ഉണ്ടായിരുന്നു? ശങ്കരേട്ടൻ ഒന്ന് പോ മാഷേ. മനുഷ്യന് സമയമില്ലാത്ത നേരത്തെ വന്നിട്ടാണ് ഇയാൾ ഓരോ കിന്നാരം പറച്ചില്. നിന്ന് പറയാതെ പോ മാഷേ. മാഷോട് പോകാനാ പറയും. ഇന്നെന്താ ബാങ്കിൽ പോയില്ലേ? കുട്ടികൾ സ്കൂളിൽ പോയോ? പോയല്ലോ. നന്നായി.
അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ല അച്ഛാന്നും പറഞ്ഞ അവറ്റകളെടുത്ത് മോങ്ങാൻ തുടങ്ങും. ഇതെന്താ ഇത്? നീ എപ്പോഴും പട്ടുസാരി പട്ടുസാരി എന്നും പറഞ്ഞ് എന്നെ സ്വൈരം കെടുത്താറില്ലേ? ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമയെ പറ്റി ഞാൻ ബോധവാനാവുന്നത് ഇന്നാണ്. ഇത് എന്ത് പറ്റി? രാത്രി വരുമ്പോ നീ ഇത് ഉടുത്തോണ്ടിരിക്കണേ എനിക്കൊന്ന് കാണണം. മുല്ലപ്പൂ കിട്ടുന്നുണ്ടെങ്കിലേ അതും കൂടി ചൂടിക്കും. ഇനി ആ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചേ. എന്തിനാ ഗോപേട്ട സാരിയൊക്കെ കൊടുത്തയച്ചത്? ഗോപേട്ടൻ എന്നോടുള്ള സ്നേഹത്തെക്കാൾ വലുതല്ല ഒരു സമ്മാനവും. പക്ഷെ സാരി എനിക്കിഷ്ടമായി. കളർ സെലക്ഷൻ ഒന്നാം തരം. ഗോപേട്ടന് എല്ലാ കാര്യങ്ങളിലും ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. പുരുഷന്മാരായാൽ അങ്ങനെ തന്നെ വേണം. എങ്ങനെ? നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഗോപേട്ടൻ ശങ്കരേട്ടനോട് പറഞ്ഞതുപോലെ ഇപ്പോഴൊന്നും ഈ സാരി ഞാൻ ഉടുക്കില്ല. നമ്മുടെ പ്രേമാരംഭ ദിനങ്ങളുടെ ഓർമ്മയ്ക്കായി ഞാനത് പെട്ടിയിൽ സൂക്ഷിക്കും. നമ്മൾ ഒന്നായി ചേരുന്ന ആ സുദിനത്തിൽ മാത്രമേ അത് പുറത്തെടുക്കൂ. അങ്ങനെ ആ പഴുതു അടച്ചു. എന്താ പോരെ? അടുത്തതിന് കുപ്പിയുടെ കാര്യം. ഒരു പെൺകുട്ടി അവളുടെ പ്രേമലേഖനത്തില് മദ്യക്കുപ്പിയുടെ കാര്യമൊക്കെ സൂചിപ്പിക്കാന്ന് പറഞ്ഞാ വെറുതെ അങ്ങ് സൂചിപ്പിക്കാമല്ലോ, കാര്യകാരണ ബന്ധങ്ങൾ നിരത്തണം. ഇപ്പൊ അവൾ എഴുതുകയാണ്, ഗോപേട്ട എന്റെ അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഈ വരുന്ന ബുധനാഴ്ചയാണ്. അന്ന് എന്തെങ്കിലും വിലപ്പെട്ട ഒരു സമ്മാനം അച്ഛന് കൊടുക്കണമെന്നുണ്ട്. ഷഷ്ടിപൂർത്തിക്ക് മദ്യക്കുപ്പി സമ്മാനം കൊടുക്കണം എഴുതാനോ? ഏയ്, അത് വിശ്വസിപ്പിക്കാൻ പാടാ. ഞാൻ പറയുന്നത് കേക്ക്. കുറെ കാലം വിദേശത്തായിരുന്നു എന്റെ അച്ഛൻ. വല്ലപ്പോഴും മദ്യപിക്കുന്ന സ്വഭാവക്കാരനാണ്. ഷഷ്ടിപൂർത്തി നാളിൽ ഒരു കുപ്പി സ്കോച്ച് വിസ്കി സമ്മാനിക്കാൻ പറ്റിയാൽ അത് അച്ഛന് വളരെ വളരെ സന്തോഷമായിരിക്കും. പക്ഷേ സ്കോച്ച് എവിടെ കിട്ടുമെന്ന് എനിക്കൊരു പിടിയുമില്ല ഗോപേട്ട. അച്ഛന്റെ ഇഷ്ടങ്ങൾ നിവർത്തിച്ചു കൊടുത്താൽ പിന്നെ എന്റെ ഇഷ്ടങ്ങൾ അച്ഛനോട് പറയാൻ എനിക്ക് ധൈര്യം വരും. എന്താ, അങ്ങനെ എഴുതിയാ പോരെ? അല്ല, ഇനി കുറച്ചുകൂടെ വിശ്വസിപ്പിക്കാൻ രൂപ ശങ്കരേട്ടന്റെ കയ്യിൽ കൊടുക്കാമെന്ന് എഴുതാം. അയ്യോ, അത് ഭയങ്കര റിസ്ക്കാ. ചിലപ്പോ രൂപ ശങ്കരേട്ടനോട് ചോദിച്ചെന്നിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യത കുറവാ. അനശ്വര പ്രേമത്തിന്റെ അഗാധ ഗർത്തത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുകയല്ലേ നമ്മുടെ അവശ കാമുകൻ. ശങ്കരേട്ടാ, സ്കോച്ച് കിട്ടി, സ്കോച്ച് കിട്ടി. ശങ്കരേട്ടാ, സാധനം കിട്ടാൻ വളരെ വിഷമിച്ചു. ശങ്കരേട്ടന്റെ വീട് കണ്ടുപിടിക്കാൻ അതിലേറെ വിഷമിച്ചു. മാഷെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഈ കത്തും പ്രേമം കൊണ്ട് ഇവിടെ പണ്ടാരടക്കരുത്. കുടുംബം കുട്ടികളായിട്ട് മാനായിട്ട് ജീവിക്കുന്നവനാണ് ഞാൻ. അല്ല ശങ്കരേട്ടാ, ഇന്നലെ രാത്രി മുഴുവൻ സ്കോച്ച് കുപ്പിക്ക് വേണ്ടി നെട്ടോട്ട് ഓടുകയായിരുന്നു ഞാൻ. അവസാനം ഒരു സിംഗപ്പൂരുകാരന്റെ കൈയും കാലും പിടിച്ച് വലിയ വില കൊടുത്ത ആ സാധനം ഒപ്പിച്ചത്. ആ സന്തോഷത്തിൽ ഞാൻ പിന്നെ വേറൊന്നും ഓർത്തില്ല. ആർക്കത്? രാധികയുടെ അച്ഛൻ വിദേശത്തായിരുന്നല്ലോ കുറെ കാലം. മൂപ്പരുടെ ഷഷ്ടിപൂർത്തിക്ക് സമ്മാനിക്കാനാണെന്ന് രാധിക എഴുതിയിരുന്നു. ഓ, ഷഷ്ടിപൂർത്തി. അവള് പറഞ്ഞിരുന്നു. പക്ഷെ ശങ്കരേട്ടാ, എന്നോട് അല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇതിന്റെ കാശ് തരരുതെന്ന് രാധികയോട് പറയണം. ഞാൻ പറയില്ല. ആ കുട്ടി വലിയ അഭിമാനിയാ. അന്ന് സാരി കൊടുത്തപ്പോ തന്നെ അതിന്റെ വില തരാൻ നോക്കിയാ ഞാനാ തറഞ്ഞേ. ഉവ്വോ. പക്ഷെ സാരി ഭയങ്കര ഇഷ്ടായി എന്ന് കത്തിലുണ്ട്. ഇപ്പോഴൊന്നും ആ സാരി ഉടുക്കില്ലത്രേ. അത് ഞങ്ങളുടെ പ്രേമത്തിന്റെ സ്മാരകമായിട്ട് എന്നും സൂക്ഷിക്കുന്ന കത്തില്. ഉടുക്കും കല്യാണത്തിന് ശേഷം മാത്രം. അത് മതി, എപ്പോഴെങ്കിലും ഒന്ന് ഉടുത്തിട്ടാ മതി. ഗോപേട്ടൻ തന്ന സാരിയാണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ശങ്കരേട്ട രാധികയുടെ ഒരു ഭാവം? ആ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. സാരി കെട്ടിപ്പിടിച്ച് തുരുതുര 5-6 ഉമ്മ, അതും എന്റെ മുമ്പിൽ വെച്ചിട്ട്. ഓ മൈ ഗോഡ്. എന്നിട്ട് ഇത് ഒറിജിനൽ തന്നെയാണോ മാഷെ? അയ്യോ, പ്യുവർ സാധനാണ്. എന്നിട്ട് ഇത് പറ ശങ്കരേട്ട, എന്നെ പറ്റി രാധിക വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് മാഷെ പോലെ അതും ഇതും പറഞ്ഞിക്കാൻ നേരമില്ല. ബാങ്ക് പോകാൻ ടൈമായി. മാഷ് ഒന്ന് പോ. അപ്പൊ ഞാൻ ഇന്ന് ബാങ്കിലോട്ട് ഒന്ന് വരട്ടെ. അപ്പടി കയറിക്കളി. ഇനി വേണ്ട 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 വേണ്ട. അപ്പോ ഇന്നത്തെ കത്ത് ഇതാ. അതെ, ഇങ്ങനെയുള്ള കളി മാത്രം മതി. മതി. ഇതിന്റെ മറുപടി ഇന്ന് തന്നെ നോക്കാം നോക്കാം നോക്കാം. അപ്പൊ നാളത്തെ കത്ത് ഞാൻ ഇവിടെ കൊണ്ടുവരണമല്ലോ? അത് ഞാൻ രാവിലെ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. കോച്ചുകുപ്പി കാണിക്ക വെച്ചീ പ്രേമബന്ധത്തിൻ നൂലിഴയ്ക്കു കരുത്തേകാൻ. പോരാ പോരാ, ഒരു കുപ്പി പോരാ, പല കുപ്പി പെരുകുപ്പി എന്നോതിയതെന്തു സത്യം. ക്ഷമിക്ക സോദര, സാദരം ക്ഷമിക്ക ഗോപാലകൃഷ്ണ. വിഫലമാം നിന്നനുരാഗ കല്ലറയിലർപ്പിപ്പൂ. ഒരു കുപ്പി സ്കോച്ചിന്റെ ലഹരി, ഒരു കുപ്പി സ്കോച്ചിന്റെ ലഹരി, ഇന്നീ ഒരു കുപ്പി സ്കോച്ചിന്റെ ലഹരി. ഒഴിക്കൊന്നുകൂടെ ആദ്യം ഒഴിച്ചേ കഴിക്കാൻ. മാറ്റി മാറ്റി മോള് വെക്ക്. എവിടായിരുന്നു മാഷേ? എല്ലാം നശിപ്പിച്ചില്ലേ? എന്തേ? അയ്യോ ശങ്കരേട്ടൻ എന്ത് പറ്റി? ആരാണ് ഇവിടെ ഒരുത്തൻ എന്റെ പേര് ശബ്ദിച്ചു വരുന്നത്?
മാഷെ ഞങ്ങൾ എല്ലാവരും അപ്സെറ്റ് ആണ്. മാഷ് എവിടെ പോയി കിടക്കായിരുന്നു? വൈകുന്നേരം വൈകുന്നേരം ഇവിടെ രാധിക വന്നിരുന്നു. രാധികയോ? അയ്യോ, എന്നിട്ട് എന്തൊക്കെ പ്രതീക്ഷയോടെയാവും അവൾ വന്നത്. മാഷ സ്വൈരമായിട്ടൊന്ന് കാണുക, ഹൃദയം തുറന്നൊന്ന് സംസാരിക്കുക. ഛേ, എല്ലാം നിങ്ങൾ കളഞ്ഞു കുളിച്ചില്ലേ? ഗോപേട്ടനുണ്ടോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്നൊരു വരവായിരുന്നില്ലേ? ഞങ്ങൾ വരണ്ടോയി. രാധിക എപ്പോ വന്നു, എങ്ങനെ വന്നു? എന്റെ ഈശ്വര, കഷ്ടകാലത്തിന് എനിക്കിന്ന് ബീച്ചിൽ പോകാൻ തോന്നിയത്. ബീച്ചിൽ എന്തിനു തരാനാണ്? ഞാനില്ലെന്നറിഞ്ഞപ്പോ രാധിക ഉടനെ പോയോ? പിന്നില്ലാതെ ഒന്നിരിക്കാൻ പറയായിരുന്നില്ലേ? എന്റെ കൂട്ടുകാരൻ നിലക്ക് അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കില്ലേ? ആ, നന്നായിരിക്കും. എന്റെ മാഷേ, ആ കുട്ടി എവിടെ ഇരുത്തും? അകത്തോ? ഇരിക്കാൻ നല്ലൊരു കസേര ഉണ്ടോ ഇവിടെ? മറ്റു വീടുകളിലുള്ള വല്ല ആർഭാടമുണ്ടോ? വിൻഡോ കർട്ടൻ ഉണ്ടോ? ഡോർ കർട്ടൻ ഉണ്ടോ? എന്തിന്? ഒരു TV ഉണ്ടോ? ഇത്രയും നല്ലൊരു സന്ദർഭം മാഷിന് നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് ഞങ്ങൾ ആകെ തകർന്നുപോയി. സഹിക്കാനാവാതെ പോയി ഒരു കുപ്പി റം വാങ്ങിച്ചു. അതാ അടിച്ചോണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് മാഷ് ഇവിടെ ഇല്ലായിരുന്നത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയോട് അകത്ത് കയറി ഇരിക്കാൻ പറയും. കസേര ഇല്ലാത്തതും TV ഇല്ലാത്തതും ഒക്കെ മനസ്സിലാക്കി ആകെ നാറിപ്പോയനെ. ഒന്നിങ് വന്നേ. ആ, ബാറിലെ കളി എന്നെ കൊണ്ടു. ചുടുകാട്ടിലേക്കാ. എന്താ പോരുന്നു? അങ്ങോട്ട് ഇപ്പൊ ഞാനില്ല. തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാധിക ഇവിടെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നോട് സംസാരിക്കാനുള്ള വീർപ്പുമുട്ടല് ആ കുട്ടിക്ക് ഒതുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കഷ്ടായി പോയി. മാഷ് വിഷമിക്കാതിരിക്കെ. പിന്നെ വരാമെന്ന് പറഞ്ഞ രാധിക പോയത്. ഓ, അങ്ങനെ പറഞ്ഞു. ആ, അപ്പൊ നമ്മളൊന്ന് കരുതിയിരിക്കണല്ലോ. ഞാനൊരു കാര്യം ആലോചിക്കാം. നമുക്ക് ഈ വീടൊന്ന് മോടി പിടിപ്പിക്കണം. അന്ന് നമ്മളൊരു TV വാങ്ങുന്ന കാര്യം ആലോചിച്ചില്ലേ? മാഷ് ആലോചിച്ചില്ല, ഞങ്ങൾ ആലോചിച്ചു. അത് നിങ്ങൾ ആലോചിച്ചു. ഇനിയിപ്പൊ ഞാനും കൂടി ആലോചിക്ക. നമ്മൾ 4 പേരും ഷെയർ എടുക്കുക, 500 രൂപ വെച്ച്. ഞങ്ങൾക്ക് ഇപ്പൊ ടിവിയുടെ ആവശ്യമൊന്നുമില്ല. അതെ. അയ്യോ, ലോകകപ്പ് സിനിമ എന്താന്നറിയില്ല മാഷെ, ഈയിടെയായിട്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. അയ്യോ, മദ്യവും ശങ്കരേട്ടനും അകത്ത് തനിച്ചാ. എന്ത് സംഭവിക്കാം? അയ്യോ, ഇനി TV ഇല്ല എന്നുള്ളൊരു കുറവ് ആരും പറയില്ല. നല്ല അസലൊരു ആന്റിനെയും വാങ്ങിച്ചു. കസേരകളും ഉണ്ട്. ആ, പിന്നെ ഇത് വിൻഡോ കർട്ടനും ഡോർ കർട്ടനും ഒക്കെയാ. ഇനി നമുക്ക് ഈ വീടിന്റെ മുൻവശമൊക്കെ നന്നായിട്ടൊന്ന് പെയിന്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അല്ല ഇങ്ങനെ അതായത് വാടക വീടാണല്ലോ ഉദ്ദേശിച്ച് പറഞ്ഞ. ആവശ്യമില്ല. TV. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. സൂക്ഷിച്ച്. അമ്മേ, ഇനിയിപ്പൊ കല്യാണക്കാര്യം വരുമ്പോഴാ. എന്ത് പറ്റി? ബാങ്ക് അക്കൗണ്ടിലെ കാശൊക്കെ ഏകദേശം തീർന്നേ. വായ കയറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും മാഷെ. ഞാനും അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. ദേ, എല്ലാരോടുമായിട്ട് പറയാം. ഇങ്ങോട്ട് നോക്കിയേ. എന്നോട് ചോദിക്കാതെ വെറുതെ TV അങ്ങോട്ടും ഇങ്ങോട്ടും ഓണാക്കി ഓഫാക്കി ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികൾ വരുമ്പോ എന്റെ അടുത്ത് വന്ന് പറയാ, ഞാൻ ഓണാക്കി തരും കേട്ടോ. മാഷേ, അതകത്തേക്ക് കൊണ്ടുപോണ്ട. മോളി ഫിറ്റ് ചെയ്യാനുള്ളതാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, അത് തിരക്കില്ല. ഇന്നലെ വന്നത് അവളുടെ ഇഷ്ടം. ഇനി വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കുന്നതും അവളുടെ ഇഷ്ടം. ശങ്കരേട്ടൻ എങ്ങനെയെങ്കിലും രാധിയെ കൊണ്ടുവരണം. പിന്നെ ശങ്കരേട്ട, കസേരയും കർട്ടനും TV ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ ചെന്നോടനെ പറഞ്ഞേക്കാം. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി പറഞ്ഞാൽ ആ കുട്ടിക്ക് സംശയാവില്ലേ? എന്തെങ്കിലും സന്ദർഭം വരുമ്പോ സൂചിപ്പിക്ക. അപ്പൊ വൈകുന്നേരം രാധികയുടെ വരവും കാത്ത് ഞാൻ വീട്ടിലങ്ങനെ നിൽക്കും. താൻ എവിടെങ്കിലും നിൽക്ക്. പക്ഷെ അവന്മാര് വീട്ടിലുള്ളപ്പോ എങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കും? ശങ്കരേട്ടൻ, ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. വൈകുന്നേരം ശങ്കരേട്ടൻ രാധികയും കൂട്ടി ബീച്ചിൽ വന്നാ മതി. ഞാനൊരു ഐഡിയ പറയട്ടെ. ഹോട്ടൽ മുറിയിലായാലോ? ഞാൻ അവളും കൂട്ടി വന്നേക്കാം. എന്നാലും മതി. എടോ, ഞാൻ ആരെന്നാ മനസ്സിലാക്കിയായി? ശങ്കരേട്ടൻ, രണ്ട് പെക്കൂട്ടി തലേ കയറാൻ നോക്കുക. അയ്യോ ശങ്കരേട്ടൻ, നമ്മൾ തമ്മിൽ അടുപ്പം വെച്ച്. അടുപ്പോ? എന്താ? നിങ്ങൾ എന്റെ അളിയനൊന്നല്ലല്ലോ. ശങ്കരേട്ട, സ്നേഹിക്കുന്ന ഹൃദയങ്ങളുടെ വിഷമം ശങ്കരേട്ടൻ മനസ്സിലാക്കാഞ്ഞിട്ടാ ഞങ്ങൾ ഇത്രയും അടുത്തു. പക്ഷെ ആ കുട്ടിയുടെ ശബ്ദം പോലും ഇതുവരെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആരും സഹായിക്കില്ലെങ്കിൽ ഞാൻ നേരിട്ട് ബാങ്കിൽ ചെന്നങ്ങ് സംസാരിക്കും. സംസാരിച്ചോ? അതോടെ പ്രേമം പൊളിയും. ആ കുട്ടി മാഷ വെറുക്കുകയും ചെയ്യും. അതങ്ങനെ? ഞാൻ ബാങ്കിൽ ചെന്ന് ഒരു സാധാരണ കസ്റ്റമർ പോലെ രാധികയെ കണ്ട് ഗുഡ് മോർണിംഗ് പറയും. അപ്പൊ രാധിക ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് പറയല്ലോ. അങ്ങനെ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോഴും വെറുക്കുവോ? ചിലപ്പോ വെറുക്കും. വെറുക്കാനൊരു കാരണം നോക്കിയിരിക്കാൻ ആ കുട്ടി. അതിരിക്കട്ടെ, ശബ്ദം കേട്ടാ പിന്നെ ഒന്ന് തുടർന്ന് പറയോ? ഒരു സ്പർശനം. അതൊക്കെ പിന്നെയല്ലേ, കല്യാണത്തിന് ശേഷം. അയ്യോ മാഷേ, ഇപ്പൊ ഈ രീതിയിലൊക്കെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എനിക്ക് സംസാരിക്കണം. സ്നേഹിക്കുന്ന കുട്ടിയുടെ ശബ്ദം പോലും കേൾക്കാതെ ഒരാൾ എത്ര കാലം ശങ്കരേട്ട സഹിക്കുക? അതൊക്കെ പിന്നെ കേക്കാന്ന്. അത് പോരാ. ഉടനെ കേൾക്കണോ? വേണം. മാഷിക്ക് വളരെ നിർബന്ധമാണ് ശബ്ദം കേൾപ്പിക്കാൻ. എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം താ മാഷേ. വഴി നമുക്ക് കണ്ടുപിടിക്കാന്ന്.
ഊണ് കഴിക്കാൻ എല്ലാരും ഉണ്ടാവോ? എവിടെ ഇവരിപ്പോ പോവില്ലേ? സിനിമയിലെടുക്കാൻ വേണ്ടി കുട്ടിയുടെ ശബ്ദം ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കല്ലേ? സാർ ഞങ്ങൾക്ക് കുന്നത്തൂര് ഫൈനൽ റിഹേഴ്സലാ. ഒരു 11:30 ഇവിടെ നിന്ന് പോണം. സംഗതി റെഡി. നാടകത്തിലെ പോലെ ബലം പിടിക്കൊന്നും വേണ്ട കേട്ടോ. സാധാരണ പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഒന്ന് വായിച്ചേട്ടെ. എന്റെ ഗോപേട്ടനെ കാണുമ്പോഴേ എന്റെ തൊണ്ട വരളും. ആ മുഖത്ത് നോക്കി എന്തെങ്കിലും മിണ്ടാനുള്ള ധൈര്യം എനിക്കില്ല എന്റെ ഗോപേട്ട. എന്താ അങ്ങനെ എനിക്കറിയില്ല. ഒരു മധുരക്കുറവ്. ഒന്ന് വായിച്ചു കൊടുത്തേ. ഈ സ്റ്റൈലിൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? എന്റെ ഗോപേട്ടനെ കാണുമ്പോഴേ എന്റെ തൊണ്ട വരളും. ആ മുഖത്ത് നോക്കി ആ സ്റ്റൈലില്. അപ്പൊ ഈ സംഭാഷണം കഴിഞ്ഞിട്ട് മതിയല്ലേ പാട്ട്? മതി, സംഭാഷണത്തിന് തുടർച്ചയായി മതി പാട്ട് അല്ലേ? നോക്കാം. സൈലൻസ്. ശാന്ത അങ്ങോട്ട് വരില്ലേ? എന്റെ ഗോപേട്ടനെ കാണുമ്പോഴേ എന്റെ തൊണ്ട വരലും. ആ മുഖത്ത് നോക്കി എന്തെങ്കിലും മിണ്ടാനുള്ള ധൈര്യം എനിക്കില്ല എന്റെ ഗോപേട്ട. എന്താ അങ്ങനെ എനിക്കറിയില്ല. മാത്രമല്ല വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാവുന്നതിനപ്പുറത്താണ് നമ്മുടെ ബന്ധമെന്ന് എനിക്ക് തോന്നുന്നു. ഗോപേട്ടനെ കേൾക്കാനായി ഞാനൊന്ന് പാടട്ടെ? മോശമായി പോയെങ്കിൽ ക്ഷമിക്കണം. ഒരു പാട്ടുകാരി അല്ലെങ്കിലും എന്റെ ഹൃദയം പാടുകയാണ്. കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞോരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? അയ്യോ എന്തൊരു കഷ്ടായത് ഈ ഇലക്ട്രിസിറ്റി. അമ്മേ അമ്മേ അമ്മേ. ആരാ ഗോപി? അത് അതെ അമ്മേ. അല്ല, ഇതെന്ത് പറ്റി? നീ മീശ പഠിച്ചു കളഞ്ഞോ? മീശ ഇല്ലാത്തതാണമ്മേ ഭംഗി. അയ്യേ വൃത്തികേട്. കാണുമ്പോ എനിക്ക് ഓക്കാലം വരുന്നു. ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. ഫാഷൻ അല്ല, നെല്ലൂത്തൊക്കെ അമ്മ തന്നെത്താൻ തുടങ്ങി. അപ്പുറത്ത് ദൈവമൊന്നും വരാറില്ല. അവറ്റകൾക്ക് ഇപ്പൊ തീറ്റയും കുടിയൊന്നും പോരാ. എന്ത് പണിക്കും രൂപ കണക്കിന് കൂലി വേണത്രേ. വരണ്ടാന്ന് പറഞ്ഞു. എന്നാലും സുഖമില്ലാതിരിക്കുമ്പോ അമ്മ മേലനങ്ങാതിരുന്നപ്പോഴാ അസുഖം വന്നത്. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. അല്ല, നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സൂലും എടുത്ത് കാശ് കളയണമെന്ന് വലിയ നിർബന്ധമാ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പിടിച്ച് വരണത്? അമ്മയൊന്ന് കാണാൻ ഒരു ഓർമ്മയായിപ്പോയി. 3 മാസം പോലും ആയിട്ടില്ലല്ലോ നീ വന്നു പോയിട്ട്. കല്യാണക്കാരുമല്ലേ ഏർപ്പാടായാൽ ഞാൻ അറിയിക്കാന്ന് പറഞ്ഞല്ലേ? ഞാൻ അതറിയാനൊന്നും വന്നതല്ല അമ്മേ. പിന്നെ ഇങ്ങനെ കാശ് ദൂർത്തടിക്കുന്ന ഒരു ചെറുക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നീ ബ്രോക്കർമാരെ വെച്ച് പെണ്ണന്വേഷിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ സ്ത്രീധനത്തുകയെന്ന് അവന്മാർക്കൊരു ചില്ലി കാശ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞേക്കാം. ബ്രോക്കർമാരുടെ സഹായമൊന്നും ഇനി ആവശ്യമില്ലമ്മേ. എന്നുവെച്ചാ ഞാനത് പെട്ടെന്ന് എങ്ങനെ, ഞാനൊരു കുട്ടിയായിട്ട് ലവ് ആണമ്മേ. ആ കുട്ടി എന്നെയും ഞാൻ ആ കുട്ടിയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നമ്മേ. ഞങ്ങൾ ലവ് മാരേജ് ചെയ്യാൻ വേണ്ടി അമ്മയുടെ സമ്മതം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. ഒലക്ക എന്റെ കയ്യിലിരിക്കുന്നെ. ആ ലവലാതി തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത പിള്ളേരാ ലവ് മാരേജ് ചെയ്യുന്നേ. അമ്മ ഇത് അങ്ങനെയുള്ളൊരു മിണ്ടരുത്. നിന്റെ അച്ഛന്റെ തറവാട്ടിലും എന്റെ തറവാട്ടിലും ഇഷ്ടം പോലെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ആരും ഇതുവരെ പ്രേമിച്ചിട്ടല്ലടാ. ഈ തെമ്മാടത്തിൽ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അമ്മേ ഈ കുട്ടി നല്ല കുട്ടിയാണമ്മേ. ഗോപി, എന്റെ വയറ്റിൽ പിറന്ന എന്റെ മോനാണ് നീയെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ നീ കെട്ടു. പ്രേമിച്ചു കെട്ടിയ പെണ്ണാവുമ്പോ അവക്ക് ധിക്കാരം കൂടും. അമ്മയമ്മയുടെ തലക്കറി ഇരിക്കാനും മടി കാണിക്കില്ല. ഇത് ഞാൻ സമ്മതിക്കുമെന്ന് എന്റെ പൊന്നു മോൻ സ്വപ്നം കാണണ്ട കേട്ടോ. അമ്മേ, എന്നെ ജീവനുതുല്യം സ്നേഹിക്കുന്ന ആ കുട്ടിയെ ഞാൻ ഉപേക്ഷിച്ച ദൈവം എന്നോട് പൊറുക്കില്ല അമ്മേ. എന്റെ ഭാഗം കേൾക്കുമ്പോ ദൈവത്തിന് മനസ്സിലായിക്കൊള്ളും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കുട്ടിയെ മതി. ഞാൻ കെട്ടിയില്ലെങ്കിൽ ആ കുട്ടി ചത്തുകളയമ്മേ. ആഹാ, എങ്കിൽ ആ പെണ്ണിന് തലയ്ക്ക് വെളിവില്ലെന്ന് കരുതിയാ മതി. ഓ, ഇവൻ അങ്ങ് കെട്ടിയില്ലെങ്കിൽ അവള് ചത്തു കളയും പോലും. ഒന്ന് പോടാ. അമ്മേ, എന്നാ പിന്നെ ഞാൻ യഥാർത്ഥത്തിലുള്ള സത്യം പറയാം. ആ കുട്ടിയെ കെട്ടാൻ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും ഈ വീടിന് മുമ്പിൽ. അത് ഉറപ്പാ. ചെന്ന് ചാവടാ. ആ സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല അമ്മേ. വാങ്ങിട്ട് അമ്മേ, ചെറിയേട്ടൻ വന്നിട്ടുണ്ടോ? ആ, നീ ആ ഉടുപ്പൊക്കെ മാറ്റിട്ടേ ആ പച്ചക്കറി ചെടിക്കൊക്കെ നനച്ചാട്ടെ. ചെറിയേട്ടൻ എവിടെ അമ്മേ?
എനിക്ക് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പുറത്തെങ്ങാനും കാണൂടി. ചെറിയേട്ടാ, ചെറിയേട്ടാ, വാതിൽ തുറക്കേറിയേട്ടാ. ചെറിയേട്ടാ, അമ്മേ, ചെറിയേട്ടാ വാതിൽ തുറക്കുന്നില്ലല്ലോ. ഉറങ്ങാണോ? എത്ര ഉറങ്ങിയാലും ഒറ്റ വിളിക്കൊണരുന്നതിനാണല്ലോ. ഉറക്ക വിളിയടി. ചെറിയേട്ടാ വാതിൽ തുറക്ക്. ഗോപി, എടാ ഗോപി, ചെറിയേട്ടാ വാതിൽ തുറക്കും മോനെ. ഇവക്ക് കൊണ്ടു കൊടുക്കാന്നുള്ള പുസ്തകം വാതിൽ എടുത്ത് തുറക്ക്. ഗോപി, ഈ ചെറുക്കനകത്ത് എന്ത് ചെയ്യാനും ചെറിയേട്ടാ. എടാ ഗോപി, കഥ തുറക്കാൻ. എന്റെ മോനെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മ വല്ലതും പറഞ്ഞെന്ന് വെച്ച്. ചെറിയേട്ടാ വാതിൽ മോനെ തുറക്ക്. കഥ തുറക്കടാ. നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ. ചെറിയേട്ടാ, അമ്മയ്ക്ക് സമ്മതമാ. അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഏത് രീതിയിൽ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കൂടെ പഠിപ്പിക്കുന്ന ടീച്ചറാണോ ചെറിയേട്ടാ അത്? ബാങ്ക് ഉദ്യോഗസ്ഥയാ. ഈ എതിർക്കുന്ന അമ്മയുണ്ടല്ലോ, ആ കുട്ടിയെ നേരിട്ട് കണ്ടാ പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല. അത്രയ്ക്ക് സുന്ദരിയാ? നിനക്ക് കാണാലോ. ചെറിയേട്ടെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ജീവനാ. കൊറേ കാലായിട്ടുള്ള ഇഷ്ടാ. ഞാൻ അറിഞ്ഞത് ഈടാണെന്ന് മാത്രം. ചേട്ടത്തിയമ്മയുടെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒന്നുമില്ല. വേണേ ചേട്ടത്തിയമ്മ പാടിയ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞോരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ? കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി,
ഗംഗമാഷേ മതി ഒരുങ്ങിയത്. അമ്മ സമ്മതിച്ചു. കെട്ടിച്ച് തന്നില്ലെങ്കിൽ തൂങ്ങി ചത്തുകളെന്ന് പറഞ്ഞ് സത്യാഗ്രഹിയിരുന്നു. ഒടുവിൽ അമ്മ സമ്മതിച്ചു. ഗംഗമാഷെ ലൈൻ ക്ലിയർ. അമ്മ പച്ചക്കൊടി കാണിച്ചു. രാധികയെ പെണ്ണ് കാണാൻ അമ്മയും അമ്മാവനും കൂടി വെള്ളിയാഴ്ച വരുന്നു. പെണ്ണ് കാണാനോ? സംഗതി ലവ് അഫെയർ ആണെങ്കിലും എല്ലാം അതിന്റേതായ രീതിയിൽ മതിയല്ലോ. ഞാൻ ഇന്ന് കോളേജിൽ ഇത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞേക്ക്. പെണ്ണ് കാണാൻ എല്ലാരും വരുന്ന വിവരം എനിക്ക് രാധികയെ ബാങ്കിൽ ചെന്ന് അറിയിക്കണം. ഒന്ന് മാറിക്ക, ബാഗ് വെച്ചോട്ടെ. ഇയാളത് എന്ത് ഭാവിച്ചാ? ആകെ കൊളാകുന്ന മട്ടുണ്ട്. സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോവാണോ? മാഷേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പെണ്ണുകളിലൊക്കെ. ആ കുട്ടി എന്നെ ലവ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ടും ലവ് ചെയ്യുന്നു. പിന്നെ എന്തോന്ന് ആലോചിക്കാൻ? അതല്ല ശങ്കരേട്ടനോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട്. അയാളുടെ സഹായം എനിക്ക് വേണ്ട, കള്ളുകൂടിയൻ. അയാൾ ഒരാൾ കാരണം ആ കുട്ടിയെ ഒന്ന് കാണാൻ പോലും കഴിയാത്തത്. സംഭവം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അയാളല്ലേ? ആ നന്ദി എനിക്ക് എന്നും അയാളോട് ഉണ്ടാവും. കല്യാണം പ്രമാണിച്ച് ഞാൻ അയാൾക്ക് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുക്കും. എന്താ പോരെ, ഞാൻ ബാങ്കിലോട്ട് പോവാ. ഇതുവരെ കത്തിലൂടെയുള്ള ബന്ധം മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ? മാഷെ ഞാനൊരു പുരുഷനാ. പുരുഷന്മാർ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൈ എടുക്കാൻ. മാഷക്ക് ആ കുട്ടിയെ പറ്റി കൂടുതലായി ഒന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം. എന്തറിയാം? എനിക്കെല്ലാം അറിയാം. അതല്ല മാഷേ, പ്രേമവും കല്യാണവും രണ്ടും രണ്ടാ. നമുക്ക് ആരെയും പ്രേമിക്കാം, പക്ഷേ ഈ കല്യാണം എന്ന് പറയുന്ന ജീവിത അവസാനം. ആ കുട്ടി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോരെ. മാഷെ ഞാൻ കെട്ടാൻ പോകുന്ന ആ കുട്ടിയെ പറ്റി ഈ രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവളേക്കാൾ സൽസ്വഭാവിയായ ഒരു കുട്ടി എനിക്ക് വേണ്ട, തീർന്നില്ലേ? മാഷെ നിക്ക് മാഷെ, മാഷ് ഏതായാലും ബാങ്കിലേക്ക് പോകണ്ട. ഞാൻ ഏതാണ്ട് യുദ്ധത്തിന് പോകുന്ന പോലാണല്ലോ ഇത്. അതല്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതിയെന്നാ ഞങ്ങൾ പറയുന്നത്. ഇല്ല വേണ്ട, ഈ പേരും പറഞ്ഞ് എന്റെ കാശ് മുഴുവൻ തീർന്നു. മാഷെ ഇപ്പൊ ബാങ്കിൽ പോകരുത്. ഞാൻ ബാങ്ക് പോകും, ആ കുട്ടിയെ കാണും, വിവരം പറയും. നിങ്ങൾ നിങ്ങളെ പണി നോക്ക്. വേണ്ട മാഷെ. ഗംഗമാഷ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ തടസ്സം നിൽക്കരുത്, വഴിയിൽ മാറ്. ഞങ്ങൾ വിടില്ല. നിങ്ങൾക്ക് ഇതിലെന്ത് കാര്യം? അങ്ങനെ വിട്ടാ പറ്റില്ല. ഡ്രൈവറെ വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഈ ഗേറ്റിനകത്ത് കയറ്റിക്കോ. മതി, എന്റെ ബാക്കി എനിക്ക് രാധിയെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. അവരിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അവരിവിടെ ട്രാൻസ്ഫർ ആയി പോയി. ട്രാൻസ്ഫർ? ട്രാൻസ്ഫറിന്റെ കാര്യം രാധ എന്ത് എന്നെ അറിയിച്ചില്ല. ഇത് വല്ലാത്ത നടുക്കമായി പോയി കുട്ടി. പരസ്പരം സ്നേഹമാണെങ്കിലും നേരിലൊന്ന് കണ്ട് ഒന്ന് മിണ്ടാനായി വെമ്പി നിൽക്കുമ്പോൾ വലിയ നടുക്കമായി പോയി. അടുത്തപ്പോഴേക്കും ഈ അകൽച്ച, ഈ വേർപാട് ഞാൻ എങ്ങനെ മനസ്സിലിട്ട് ഒതുക്കും? ഒരു കണക്കിന് ഈ ട്രാൻസ്ഫർ രക്ഷയായി. എന്റെ പരിചയക്കാരെ ഭയക്കാതെ നമുക്ക് കാണാനും സംസാരിക്കാനും പറ്റുമല്ലോ. ഗോപേട്ട എന്നോട് പിണങ്ങിയോ? ട്രാൻസ്ഫർ പെട്ടെന്നായിരുന്നു ഗോപേട്ട. ഞാൻ അന്വേഷിച്ചപ്പോ ഗോപേട്ട നാട്ടിൽ പോയിരിക്കാണെന്ന് അറിഞ്ഞു. എന്നോട് പറയാതെ നാട്ടിൽ പോയ ഗോപേട്ടനോട് എനിക്ക് ദേഷ്യമാണ്. അതുകൊണ്ടാ ഒരു കത്ത് പോലും എഴുതി വെക്കാതെ ഞാനിങ്ങി പോന്നത്. അയ്യോ, ഇത്ര തൊട്ടാവാടിയാണോ രാധിക? ഞാൻ നാട്ടിൽ പോയത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? ഞാൻ പറയില്ല. പറയുന്നേ. പിന്നെ പറയാം. ഈ ഗോപേട്ടൻ ഒരു വല്ലാത്ത മനുഷ്യനാ. ഗോപേട്ടന്റെ വേറെ ബോട്ട്സിനെ പറ്റി ഒന്നും ഇതുവരെ എഴുതിയില്ലല്ലോ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് സ്നേഹമയ്യായ ഒരമ്മയുണ്ട്, കുസൃതി കുരുന്നായ ഒരു പെങ്ങളുണ്ട്. അതിന് ഞാനെന്ത് വേണം? ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ. ഞാൻ ഇറങ്ങായി. ഓ, പോവാം. പോവാം.
സാർ സാർ ഇവിടെ വർക്ക് ചെയ്യുന്ന രാധിക എന്ന് പേരുള്ള ആ കുട്ടി ഒരാളുടെ കൂടെ ബൈക്ക് കയറി പോയല്ലോ. അയാൾ ആ കുട്ടിയുടെ ബ്രദർ ആയിരിക്കും അല്ലേ? എന്തോ എനിക്കറിയില്ല. സാർ തെറ്റിദ്ധരിക്കരുത്. രാധിക എന്ന് പറയുന്ന മേൽപ്പറഞ്ഞ കുട്ടിയുടെ വീട്ടഡ്രസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അറിയാൻ ചോദിച്ചതാ. അഡ്രസ് കൃത്യമായിട്ട് അറിയില്ല. വിശാൽ നഗറിൽ എവിടെയാണ് വീട്? സാർ അഡ്രസ് ചോദിച്ചതിൽ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. സരോജിനി, മഹാത്മജിയുടെ ഫോട്ടോയിൽ നിന്ന് പൂമാല ചാർത്തിയില്ലേ? സരോജിനി, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക നിന്റെ ഒരു ശീലമായിട്ടുണ്ട്. മാല ചാർത്തിയില്ലെന്ന് മാത്രമല്ല, ഫോട്ടോ തുടച്ച് വൃത്തിയാക്കിയതുമില്ല. എന്തിനാ എന്നെ ഇങ്ങനിട്ട് വേദനിപ്പിക്കണേ? ഞാൻ പാല് തിളപ്പിക്കല്ലേ? അതിപ്പോഴ്. അതിനു മുമ്പ് നീ എന്ത് ചെയ്യായിരുന്നു? അതിനു മുമ്പ് ഞാൻ ആടിനെ കറക്കുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആട്ടുംപാല് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയല്ലേ? കഷ്ടം തന്നെ സരോജിനി. ആട്ടിൻപാലിന്റെ ഔഷധവീര്യത്തെ പറ്റി നമ്മെ പഠിപ്പിച്ചത് ആരാ? അറിയില്ലേ നിനക്ക്? ആ മഹാത്മാവിന്റെ ഫോട്ടോക്കല്ലേ സരോജിനി നമ്മൾ പ്രഥമ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. എന്തിനാ എന്നെ ഇങ്ങനിട്ട് വേദനിപ്പിക്കണേ? പ്രഭാഷണത്തിന് പോകാൻ സമയമായി. ആട്ടിൻപാല് പെട്ടെന്ന് ആക്കിയെടുത്തോളൂ. മോളെ, അച്ഛൻ പ്രഭാഷണത്തിന് പോവാട്ടോ. ഇന്ന് എവിടെ അച്ഛന്റെ പ്രഭാഷണം? ഇല്ലിക്കൽ സേവാസമിതിയിലാ. ചർക്ക വിതരണത്തിന്റെ ഉദ്ഘാടനമുണ്ട്. നൂൽക്കൽ കൊണ്ടല്ലാതെ നമ്മുടെ ഗ്രാമഹൃദയത്തെ ഉണർത്താൻ പറ്റില്ല കുട്ടി. ഒരു പിന്ന് തരൂ, കാലിലൊരു മുള്ളു കയറി. ചെരുപ്പില്ലാതെ നടന്നാ പിന്നെ മുള്ളു കയറില്ല അച്ഛാ. ചെരുപ്പിടാനോ? അത്തരം ആഡംബരങ്ങളൊന്നും പാടില്ല എന്ന് നമ്മെ പഠിപ്പിച്ചതാരാ? കുട്ടിക്ക് അറിയോ? 1942 വെള്ളക്കാരനോട് ഗാന്ധിജി പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുക. പുസ്തകം വലിച്ചെറിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ വായിക്കുന്ന പുസ്തകം എന്റെ സത്യാന്വേഷണ പരീക്ഷകളാ. അച്ഛൻ ഇത് പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്ന കുട്ടി? ഗോപേട്ടൻ? അതെ, ഗോപേട്ടൻ തന്നെ. സത്യം പറയണം, ബാങ്കിൽ വെച്ച് രാധിക എന്നെ കണ്ടില്ലേ? അതോ കാണാത്ത ഭാവം നടിച്ചതോ? രാധിക, ഇനിയും ക്ഷമിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ പൊന്നു ഗോപേട്ടനല്ലേ, എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ഈശ്വര, എനിക്ക് പേടിയാവുന്നു. രാധിക പറഞ്ഞിട്ടാണ് ഞാൻ ഈ മീശ എടുത്തത്. എന്നിട്ട് അതേപ്പറ്റി ഒരു അഭിപ്രായം പോലും പറയാത്തത് കഷ്ടമാണ് കുട്ടി. ഗോപേട്ട പ്ലീസ്, അച്ഛൻ കണ്ട എന്താ സംഭവിക്കാന്നറിയില്ല. കുട്ടി എന്തിനാ പേടിക്കുന്നത്? കുട്ടി എന്നെ സ്നേഹിക്കുന്നു, ഞാൻ കുട്ടിയെ സ്നേഹിക്കുന്നു. പിന്നെ ഇപ്പൊ എന്താ? എന്നായാലും അച്ഛൻ അറിയാനുള്ളതല്ലേ. എനിക്ക് കുട്ടിയുടെ ദേഷ്യ. ട്രാൻസ്ഫറിന്റെ കാര്യം എന്നോട് മിണ്ടിയില്ലല്ലോ. ഗോപേട്ടനൊന്ന് പോകുന്നുണ്ടോ? ആരാ രാധിക? അത് അച്ഛനാണ്. അതച്ഛാ, ബാങ്കിൽ നിന്ന് ലോണിന്റെ കാര്യം പറയാൻ വന്നതാ. ലോണിന്റെ കാര്യം പറയാൻ വന്നതാണ്. ചേട്ടാ കൂട്ടാൻ എന്തിനാ വിളിക്കണേ? ആരാ? ഞാൻ ഇവിടെ. ഓ, സേവാസമിതിന്നായിരിക്കും. പ്രഭാഷണത്തിന് വരാമെന്നേറ്റാൽ ഈ കരുണാകരമേനോൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുന്നറിഞ്ഞൂടെ? എന്താ, വിശ്വാസം ഇല്ലല്ലേ? അല്ല, ഞാനിവിടെ. മനസ്സിലായി മനസ്സിലായി, വരൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കാത്തു നിന്നതായിരിക്കും. ഏതായാലും കാറ് കൊണ്ടുവരാഞ്ഞത് നന്നായി. കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ വായിലുള്ളത് മുഴുവൻ കേട്ടേനെ. ഇങ്ങോട്ട് വരിക. എടോ, ആദർശങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. മഹാത്മജിയുടെ ദണ്ഡിയാത്ര ഇന്നത്തെ നേതാക്കന്മാരുടെ പോലെ കാറിലും പ്ലെയിനിലും ഒന്നും ആയിരുന്നില്ല. അറിയില്ലേ? അറിയില്ലേ എന്ന് ചോദിച്ചത്. അറിയാം. മിക്കവാറും അദ്ദേഹം ഇതുപോലെ നഗ്നപാതനായിട്ടാണ് നടന്നിരുന്നത്. അതറിയില്ലേ? അറിയാം. എന്നിട്ടാണോ താനൊക്കെ എടുത്താ പൊന്താത്ത ഓരോ സാധനങ്ങൾ കാലിട്ട് നടക്കണേ? എടോ, ഇതൊന്നും ത്യാഗികൾക്ക് യോജിച്ച പ്രവൃത്തിയല്ല. അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണോ പിന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കണേ? പറയൂ.
സ്വയം പര്യാപ്തമായ ഗ്രാമമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പൊരുതും. എടോ, ഇപ്പോഴത്തെ മൂല്യച്യുതിക്ക് കാരണം എന്ത്? അതിനെല്ലാത്തിനും എന്റെ കയ്യിൽ പ്രതിവിധിയും നയങ്ങളുണ്ട്. മദ്യത്തെ പറ്റി എന്റെ നയം തനിക്കറിയാലോ. അറിയാം. സ്കോച്ചാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് നന്നായി അറിയാം. എന്തിനാ ചിരിക്കണേ? താങ്കളുടെ ഷഷ്ടിപൂർത്തിക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് ധാരാളം സമ്മാനങ്ങളൊക്കെ കിട്ടിക്കാണും. ഇതൊക്കെ ആയിട്ട്. ഷഷ്ടിപൂർത്തിയോ? ആരുടെ? താങ്കൾ എത്ര കാലം വിദേശത്തുണ്ടായിരുന്നു? വിദേശത്തോ? ഞാനോ? ഒരു ദേശീയവാദിയായ എന്നെ താൻ കളിയാക്കുകയാണോ? താൻ സേവാസമിതി തന്നെയല്ലേ? അതെ അതെ. പിന്നെ എന്താ ഇതുപോലുള്ള വിട്ടിത്തങ്ങളൊക്കെ പുലമ്പുന്നത്? എന്തിനാ എന്നെ ഇങ്ങനിട്ട് വേദനിപ്പിക്കണേ? പറയൂ, പാടോ. എനിക്ക് താങ്കളെ വലിയ ബഹുമാനാണ്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ ഒരു സന്തോഷത്തിന് പറയൂ. എനിക്ക് പലതും പറയാനുണ്ടേ. പറയാനല്ലേ പറഞ്ഞത്? എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ചിലരൊക്കെ ഗോപേട്ടാന്നും വിളിക്കും. പറയൂ ഗോപേട്ട. ഒരു ധൈര്യത്തിന് വിരോധമില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് 2 ലാർജ് അടിക്കാം. ഇവിടെ ഇപ്പോ സ്കോച്ച് വിസ്കി ഒന്നും കിട്ടില്ലല്ലോ, നാടൻ മദ്യമായിരിക്കും. എന്നാലും എന്റെ ഒരു ആഗ്രഹമാണ്, 2 പെഗ് കഴിച്ചേ പറ്റൂ. എന്ത്? താൻ എന്താ പറഞ്ഞേ? എന്നോട് മദ്യം കഴിക്കാനോ? ആരും അറിയില്ല സാർ. അവിടെ ഞാൻ നഗ്നബാധനായി പോയി, ഇല്ലെങ്കിൽ നീ ചെരുപ്പൂരി അടിച്ചാനെ. മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, രാവിൻ നീലകലികയിൽ ഏകദീപം നീ. പാതിനീ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, രാവിൻ നീലകലികയിൽ ഏകദീപം നീ. അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ, അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ, കളമൈനകൾ രാപ്പന്തലിൽ പാടി ശുഭരാത്രി. ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃതകണം വീണു. പാതിനീ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ഈ പ്രദേശത്തൊക്കെ ഓഫീസ് ടൈം 10 മണി തന്നെയല്ലേ? ഒരു മിനിറ്റ്. മാഷെന്താ ഇവിടെ? മാഷെന്താ ഇവിടെ? കുഴപ്പമെന്തെങ്കിലും ഉണ്ടായോ? എന്ത് കുഴപ്പം? അല്ല, ഞങ്ങളോട് പറയാതെ പുറപ്പെട്ട് പോന്നിട്ട് ഇനി അറിയില്ലെന്നോ പരിചയമില്ലെന്നോ വല്ലതും പറഞ്ഞോ? ആര്? അല്ല, ഇത് എന്റെ പൊന്നു സുധരപാലം മാഷ ഇവിടെയും വന്ന് ശല്യം ചെയ്യല്ലേ. മനുഷ്യനാകെ ഇവിടെ നീറിപ്പോകഞ്ഞു നിൽക്കുക. ഇന്നലെ മുതൽ ആ കുട്ടിയെ കാണാൻ ഞാൻ ശ്രമിക്കുക. മാഷ് ഒന്ന് പോയി, ആ കുട്ടി ഇപ്പൊ വരും. അപ്പൊ രാധിക ഇതുവരെ കണ്ടില്ല? ഇല്ല, അച്ഛനെ കണ്ടു. എന്തോ കുഴപ്പമുണ്ട്. എന്നാ രാധിക പിന്നെ കാണാൻ മാഷെ. നിങ്ങൾ വാ. സോറി, പ്രിൻസിപ്പൽ ആകെ ചൂടായി നിൽക്കാണ്. ലീവ് എടുക്കാതെ പോന്നിട്ട് നിങ്ങളെ കൂട്ടാനാണ് ഞാൻ വന്നത്. ടൗൺ മുഴുവൻ ഞാൻ പരക്കം പോയായിരുന്നു. നിങ്ങൾ വാ മാഷെ. രാധികയെ കണ്ടിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ. മാഷ് പോയിക്കോ, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്നേക്കാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ പോലെ. അത് മാത്രമല്ല, എന്റെ ബാഗൊക്കെ ലോഡ്ജിലെ മുറിയില്ല. ഏത് ലോഡ്ജില്? ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സന്തോഷ് ലോഡ്ജില്. എന്നാ ആദ്യം ലോഡ്ജിൽ പോയി ബാഗ് എടുക്കാം.
രാധിക പിന്നെ ഒന്ന് കാണാൻ മാഷെ. നിങ്ങൾ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. പറ്റില്ല. എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പാടില്ലെന്ന് പറയാൻ താൻ ആരാന്നാ ചോദിച്ചത്? അയ്യോ രാധിക പോയി. അയ്യോ വിടറോ, ആള് കയറാനുണ്ട്, ആള് കയറാനുണ്ട്, ആള് കയറാനുണ്ട്. മാഷെ അത് ദ്രോഹി. നമുക്ക് പോടോ. കോളേജിലെ ഈ കുട്ടികളെ നമുക്ക് ടെലിഫോൺ ഡയറക്റ്റ് ഒന്ന് തരൂ. ഹലോ, അതെ, അവിടെ ജോലി ചെയ്യുന്ന രാധിക എത്തിയോ? ഇല്ലേ? ആ കുട്ടി വന്നാൽ ഉടനെ ഒരു അത്യാവശ്യ കാര്യം പറയണേ. അതെ, ആ കുട്ടിയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട്, അതെ ഹാർട്ട് അറ്റാക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സീരിയസാ. രാധിക വന്നാലുടൻ ഹോസ്പിറ്റലിലോട്ടൊന്ന് വരാൻ പറയണേ. ഞാനോ? ഞാൻ രാധികയുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളാ. സാർ, തെറ്റിദ്ധരിക്കരുത് സാർ. ആ സീറ്റിലിരിക്കുന്ന രാധിക എന്ന് പറയുന്ന കുട്ടി ഇതുവരെ ഇവിടെ എത്തിയില്ലേ? അവരുടെ അച്ഛനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അങ്ങോട്ട് പോയി. അയ്യോ, നിങ്ങളാരാ? ഞാൻ ആരുമല്ല. എന്താ രാധിക അമ്മാവന്? ബാങ്കിൽ വിളിച്ചപ്പോ മാനേജരാ പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല അശോക്. അച്ഛൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇല്ലേ? ഇല്ല. ചിലപ്പോ ഫോൺ ചെയ്ത ആൾക്ക് ഹോസ്പിറ്റലിൽ തെറ്റിപ്പോയിട്ടുണ്ടാവും. വാ, നമുക്ക് സിറ്റി ഹോസ്പിറ്റലിൽ അന്വേഷിക്കാം. രണ്ടറ്റാ കഴിഞ്ഞതാ മൂപ്പർക്ക്. മൂന്നാമതൊന്നും സാറിന് രക്ഷപ്പെടാൻ പതിവില്ല. ടൗണിലെ ആശുപത്രിയിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കാണുന്ന. അതാ എന്റെയും സംശയം. മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ മേന്നെ. ഒരു തലയുറ്റില്ല, ഒരു വീഴ്ച. പാവം. ഇത്രയും ദേശാഭിമാനി ഒരു മനുഷ്യൻ ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. എന്തായി? വിവരം വല്ലതും കിട്ടിയോ? എല്ലായിടത്തേക്കും ഫോൺ ചെയ്തു. മണ്ണത്ര പോളിക്ലിനിക്കില് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആളെ കൊണ്ടുവരുന്നു അത്രേ. പക്ഷെ അവർക്ക് ആളറിയില്ല. മരിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ കൂടെ വന്നൊരു ബോഡി കൊണ്ടുപോകും ചെയ്തു. അപ്പൊ ഡെഡ് ബോഡി ഇപ്പൊ എത്തുമല്ലേ? ഒന്നിങ്ങോട്ട് വന്നേ അശോക. അറിയിക്കാനുള്ളവരൊക്കെ പെട്ടെന്ന് അറിയിക്കാം. അല്ലാതെ നമ്മുടെ വടക്കേത്തണ്ടിന്റെ അടുത്തുള്ള മാവ് വെട്ടാൻ ഏർപ്പാട് ചെയ്യട്ടോ. ഡെഡ് ബോഡി ഇപ്പൊ വരില്ലേ? ചർക്കകളുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നല്ല ഇനം പരുത്തി ഇനിയും വേണം. നൂൽക്കാനുള്ള ആവേശം ജനങ്ങൾക്ക് നല്ലതുപോലെ പകർന്നു കൊടുക്കണം. എന്റെ ഈശ്വര, ഒന്ന് മാറിക്കൂടോ, മാറിക്കൂടോ. അമ്മവാ, എന്താ അമ്മവാ, എന്താ? ഹാർട്ട് അറ്റാക്ക്. എന്താ സരോജിനി, ആട്ടുംപാലും തന്ന് നീ എന്നെ വിട്ടു പിരിഞ്ഞല്ലോടി. ഇവിടെ എത്തിയോ? എന്റെ പൊന്നു സുജനപാലൻ മാഷെ, നിങ്ങൾ എന്തിനാണ് ഒരു ധൂമകേതുവിനെ പോലെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അല്ല, ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഇന്ന് നിങ്ങളുടെ മോന്ത കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, ഇതുപോലൊരു ദുർദിനം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ബാങ്ക് പറഞ്ഞ് അവൾ ആശുപത്രിയിൽ പോയത് എന്തിന്? ഇവിടെയുള്ള എല്ലാ ആശുപത്രികളിലും ഞാൻ തിരക്കി. അങ്ങനെ ഒരാൾ അവിടെ എങ്ങുമില്ല. എല്ലാം അവന്റെ വേലയാണെന്നാ എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ ബാങ്ക് ചെന്നപ്പോ അവൾ അവന്റെ കൂടെ ബൈക്ക് കയറിപ്പോയി. ഇന്ന് ആശുപത്രിയിൽ ചെന്നപ്പോഴും അത് തന്നെ സ്ഥിതി. അത് ശരി. ചുമ്മാതല്ല അവള് യാത്ര പോലും ചോദിക്കാൻ ഇങ്ങ് പോകുന്നത്. ഇനി വിട്ടേക്ക് മാഷെ, പുതിയൊരു കാമൂനെ കിട്ടിയപ്പോ അവള് നിങ്ങൾ തഴഞ്ഞായിരിക്കും. സുജനപാലൻ മാഷെ, നെഞ്ചു കൊള്ളുന്ന വർത്തമാനം പറയരുത്. ഷർട്ടിനോട് മാഷെ. ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? എ മാൻ ഇൻ ലവ് ഇസ് റിഡിക്കുലസ് ടു വാച്ച് പറയുന്നത് എത്ര ശരിയാണ്? എന്റെ മാഷ, ഈ പ്രേമത്തിന് കണ്ണില്ല. അവളുടെ തൽക്കാലത്തെ ചില കാര്യസാധ്യത്തിന് അവൾ നിങ്ങളെ വളച്ചെടുത്തു. അവളുടെ യഥാർത്ഥ കാമുകനാവും ഈ ട്രാൻസ്ഫർ തന്നെ ശരിയാക്കിയത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല.
രാധിക എന്റേതാണ്, എന്റേത് മാത്രമാണ്. അവള് മറ്റൊരാളെ സ്നേഹിക്കില്ല. മാത്രമല്ല, അവന് മീശയുണ്ട്. മീശയുള്ള ഒരാളെ അവള് സ്നേഹിക്കാൻ ഒരു വഴിയുമില്ല. എന്റെ മാഷെ, നിങ്ങൾ പോര്. ഒക്കെ ഒരു സ്വപ്നമായിരുന്നു കരുതി മറന്നേക്ക്. എനിക്ക് കുറച്ച് സ്വയം തരൂ. ഒന്ന് പോയാട്ടെ ഇവിടുന്ന്. മാഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു അത്യാവശ്യം. ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് കുട്ടിക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം. പക്ഷെ വേറൊരു വഴിയുമില്ല. എന്നോട് ഇത്ര പരിഭവം കാട്ടാൻ ഞാൻ എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? നമ്മുടെ കാര്യം അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് ഞാനാണ്, ഗോപേട്ടനാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. എപ്പോഴാണ് ഒന്ന് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുക? പറയൂ, പറയൂ. ദേ, ഞാൻ വന്നിട്ട് 2 ദിവസമായി. ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുക. കുട്ടിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം. പുറകിൽ പോയി കയറോ. എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. ഇതൊന്നും മിണ്ടില്ലെന്ന് വെച്ചാൽ? ഏതാണ് ആ ബൈക്കുകാരൻ? അവനെ പേടിച്ചിട്ടാണ് എന്നെ അവഗണിക്കുന്നതെങ്കിൽ അത് പറ. അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഗോപേട്ടൻ, ഗോപേട്ടൻ, ആരും സംശയിക്കില്ല. പതുക്കെ സംസാരിച്ചോളൂ. തള്ളാടോ, തള്ളാന്ന് പറഞ്ഞില്ലേ? മാറി. കുറെ നേരമായില്ല പെണ്ണുങ്ങളെ ഇടയിൽ കിടന്ന് മാറി. ആളിറങ്ങണേ, ഒരാളിറങ്ങാനുണ്ട്. അയ്യോ, ആളിറങ്ങണേ. ഒരാള് തന്നതാ. ആര്? കണ്ടുപരിചയമില്ല. ഇത് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഉടനെ പോയി. എന്റെ രാധികയ്ക്ക് എന്താണ് കുട്ടി ഇതിന്റെയൊക്കെ അർത്ഥം? ബസ് സ്റ്റോപ്പിൽ വെച്ചും ബസ്സിൽ വെച്ചും ഇത്ര ക്രൂരമായി എന്നെ അവഗണിച്ചതെന്ത്? ഗോപേട്ടൻ വല്ല അപരാധവും ചെയ്തു? ഈ അവഗണന താങ്ങാനുള്ള കരുത്തെനിക്കില്ല കുട്ടി. മറ്റാരെങ്കിലും നമ്മുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാം വിശദമായി സംസാരിച്ചേ പറ്റൂ. വൈകുന്നേരം നേതാജി പാർക്കിൽ വരണം. ഞാൻ കാത്തിരിക്കും. വരാതിരിക്കരുത്. എല്ലാം തുറന്ന് സംസാരിക്കാം. ശേഷം പാർക്കിൽ രാധികയുടെ മാത്രം ഗോപേട്ടൻ. എവിടെ? ഇനി വല്ലവരും തന്നെ കളിപ്പിച്ചാണോ? ഒരുത്തൻ ബസ്സിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ വെച്ച് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്ന നേരെ തന്നെ. പക്ഷെ എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. ഒരു പരിചയമില്ലാത്ത ആള് ഇങ്ങനൊരു കത്തെഴുതുവോ?
നമുക്ക് പോവാം. അല്ല വരുമെന്ന് നോക്കാം. എന്നാ അങ്ങോട്ട് വെക്കാം. വാ. ഹലോ അശോക്. ഹായ്. മനസ്സിലായി. രാധികെ, ഒറ്റയ്ക്കൊന്ന് സ്വൈര്യമായി സംസാരിക്കാനാണ് ഇങ്ങോട്ട് വരാൻ എഴുതിയത്. അവൻ ആരാണ്? നമുക്കിടയിൽ മറ്റൊരുത്തിന്റെ ആവശ്യം എന്താണ്? ഒരു അന്യ പുരുഷന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുന്നത് നല്ല കുട്ടികളുടെ ലക്ഷണമല്ല. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾ ആരാണ്? ബൈ. അയാള്. ഹലോ ഒന്നേ. ഹലോ ഒരു കാര്യം പറയട്ടെ. ഹലോ പ്ലീസ്. നിനക്ക് വല്ല കാര്യമുണ്ടോ? ഏതോ ഒരുത്തിന് എഴുത്തു കൊടുത്തെന്നും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാണ് നീ അവനെ അന്വേഷിച്ച് പോയത്? എന്താ സംഭവം എന്നറിയാൻ പാർക്ക് വരെ പോയി നോക്കാന്ന് ഞാനാ പറഞ്ഞത്. ഈ കണക്കിന് ഇവളങ്ങനെ ബാങ്കിൽ പോകും? ഇനി അവനെ കണ്ട അപ്പ തന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. അതാ നല്ലത്. പോലീസും പട്ടാളൊന്നും വേണ്ട മാവാ. ഒന്ന് അമർത്തി മൂളിയാ മതി. ആ പാവം പേടിക്കും. പക്ഷേ അയാളുടെ ഉദ്ദേശം എന്താണെന്നാ എനിക്കൊരു പിടിയും കിട്ടാത്തത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പരാജയപ്പെട്ടാലോ എന്നുള്ള ഭീതി കാരണമാണ് ഞാൻ പാർക്കിൽ വെച്ച് ഓടിക്കളഞ്ഞത്. അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. എന്നെ നിങ്ങൾക്ക് നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ അതിനു മുമ്പ് ചില പരമാർത്ഥങ്ങൾ നിങ്ങൾ അറിയണം. താൻ ആരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഈ കത്തുകൾ നിങ്ങളോട് സംസാരിക്കും. കത്തുകളോ? വെറും കത്തുകളല്ല, രാധിക അവളുടെ ഗോപേട്ടൻ അയച്ച കത്തുകൾ, അവളുടെ ഹൃദയ രക്തത്തിൽ ചാലിച്ചെഴുതിയ പ്രേമലേഖനങ്ങൾ. ഇപ്പോഴെന്ത് പറയുന്നു? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? സത്യം മനസ്സിലായ സ്ഥിതിക്ക് ദയവ് ചെയ്ത് രാധികയെ എനിക്ക് തിരിച്ചു തരും. തന്നെ ആരോ കാര്യമായി വട്ടളക്കിരിക്കുക. ഈ കത്തുകളുടെ ബലത്തിലാണ് താൻ ആ കുട്ടിയെ ശല്യപ്പെടുത്താറിയിരിക്കുന്നല്ലേ? എടോ മനുഷ്യ, രാധികയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലിത്. നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ? എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾ നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റുന്നു. അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. അപ്പോ നിങ്ങളുടെ സങ്കല്പ പ്രേമകഥയിലെ വില്ലനാണ് ഞാൻ അല്ലേ? വില്ലനാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഇനിയും താൻ നോയിസൻസ് ഉണ്ടാക്കി പിടിച്ച് പോലീസ് ഏൽപ്പിക്കും? പോലീസ് എനിക്ക് പുല്ലാണ്. കത്തുകൾ മാത്രമല്ല, വേറെയും തെളിവുകളുണ്ടോ എന്റെ കയ്യിൽ? ഇവിടെ ടേപ്പ് റെക്കോർഡർ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. രാധികയുടെ ശബ്ദം കേൾക്കാം. അവളുടെ ഗോപേട്ടന് വേണ്ടി അവൾ പാടിയ പാട്ട് കേൾക്കാം. ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലോ കുട്ടിക്ക്. തന്നെ ആരോ ലാർജ് സ്കെയിലിൽ പറ്റിച്ചിരിക്കുക. ഞങ്ങളുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്ന ദ്രോഹി. ഷട്ടിന്ന് കേടുക്കടോ. കയ്യെടു കണ്ടു പറഞ്ഞു. വീട്ടിൽ കയറി പുകർന്നു. എടാ, ജീവൻ പോയാൽ രാധികയെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. പാരലൽ കോളേജിലെ ഹിന്ദി മാഷാണ്. രാധിക അവിടെ നിൽക്കുക. എനിക്ക് സംസാരിച്ചേ തീരൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല. തലയ്ക്ക് സുഖമില്ലെങ്കിൽ ചികിത്സിക്കാ വേണ്ടത്. എന്താ നിങ്ങളുടെ ഭാവം? ഞാൻ നിങ്ങളോട്ട് എന്താ ബന്ധം? കുട്ടിക്ക് ഇതെന്ത് പറ്റി? രാധിക ഇത് ഗോപേട്ടനാണ്. സ്നേഹരാഗത്തിന്റെ കൈക്കൊമ്പിളിൽ വച്ചു നീട്ടിയ ആ തുടിക്കുന്ന ഹൃദയം ഞാൻ തള്ളുമോ കൊള്ളുമോ എന്നറിയാതെ ഭയന്നിരുന്ന കുട്ടിക്ക് ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ആദ്യത്തെ കത്ത് കിട്ടിയപ്പോ മഴക്കാറ് നീങ്ങി, മാനം തെളിഞ്ഞു, മനസ്സിലെ തിരയടങ്ങി എന്ന് രാധിക എഴുതി. ഇപ്പൊ തിരയടിക്കുന്നത് എന്റെ മനസ്സിലാണ്. കുട്ടിയുടെ ഓരോ വാക്കുകളും ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടു. ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. മിസ്റ്റർ, ഇത് ബസ് സ്റ്റോപ്പാണ്. ശരിയാണ്, ആൾക്കാരുടെ ഇടയിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. മാറി നിന്നേ തന്നെ തന്നെ സംസാരിച്ചാ മതി. മനുഷ്യന് പല രീതിയിലും ഭ്രാന്ത് വരുന്നു കേട്ടിട്ടുണ്ട്. ഇതെന്തൊരു കഷ്ടമാണ്. രാധിക പ്ലീസ്, ഞാൻ കുറ്റം വല്ലതും ചെയ്തെങ്കിൽ അത് പറയും. പക്ഷെ എന്നെ അറിയാത്ത പോലെയും എന്നോട് അടുപ്പമില്ലാത്ത പോലെയും പെരുമാറിയാൽ ഞാൻ ആകെ തകർന്നു പോകും. കുട്ടി താൻ ശല്യപ്പെടുത്താതെ പോണുണ്ടോ? കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്നേഹത്തോടെ ഗോപേട്ട എന്ന് വിളിച്ച നാവ് കൊണ്ട് താനെന്ന് വിളിക്കുന്നു. ഗോപേട്ട എന്ന് വിളിച്ചെന്നോ? വിളിച്ചില്ലേ?
ഒരു 100 വട്ടം വിളിച്ചില്ലേ? എന്റെ മുഖത്ത് നോക്കി പറയാമോ വിളിച്ചില്ലെന്ന്? ആ കത്തുകളിൽ മുഴുവനും ഗോപേട്ടനായിരുന്നല്ലോ. രാധയെ, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വരൂ. ഇയാളെ കൊണ്ട് തോറ്റില്ല ഭഗവാനെ. ആരെയാണ്? എനിക്കറിയില്ല. കുറെ ദിവസമായി ഇയാൾ പിച്ചും പേയും പറഞ്ഞ് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പുറകെ നടക്കുകയോ? ഞാനോ? പിന്നെ എന്റെ പുറകെ നടന്നത് നീയാ. വെറുതെ ഇരുന്ന് എന്നെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നെ അറിയില്ല അല്ലേ? നീ അയച്ച കത്തുകളും പാട്ടുപാടിയ കാസറ്റും എന്റെ കയ്യിലുണ്ടടി. എന്നേക്കാൾ തൊലിവെളുപ്പുള്ള വേറൊരുത്തനെ കിട്ടിയപ്പോ നീ എന്നെ പുറങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ നോക്കണം അല്ലേ? അങ്ങനെ തന്നെ ഞാൻ വിടില്ല. താൻ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ആ കുട്ടിക്ക് തന്നെ അറിയില്ലാന്ന് പറഞ്ഞില്ലേ? ആ കുട്ടിക്ക് എന്നെ അറിയാം, എനിക്ക് ആ കുട്ടി അറിയാം. തനിക്കാടാ ഞങ്ങൾ രണ്ടുപേരെ അറിഞ്ഞൂടാത്തത്. എന്നാ നിന്നെ അറിയിച്ചു കാണാം. എടാ, ചരിത്രം ഉണ്ടായ കാലം മുതൽ പുരുഷന്മാരെ വഞ്ചിക്കലാണ് സ്ത്രീകളുടെ പണി. എന്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വർഗബോധം ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്ക്. നിന്നെ വിടില്ലടി. സാരമില്ല, കിടന്നോളൂ. ഇനിയെങ്കിലും സത്യമായ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ ഒരവസ്ഥയിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. നിങ്ങൾ ഇത്രയും നാൾ ഏതോ ഒരു മായാ ലോകത്തായിരുന്നു. കണ്ടുപരിചയം പോലും ഇല്ലാത്തൊരു പെൺകുട്ടി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതിയാൽ സാമാന്യ ബുദ്ധിക്ക് അതിന്റെ ലോജിക്കൊന്ന് ആലോചിക്കും. തമാശക്കാണെങ്കിൽ പോലും രാധിക അങ്ങനൊന്നും ചെയ്യുന്ന കുട്ടിയില്ലെന്ന് എനിക്കറിയാം. അപ്പോ ആരോ നിങ്ങൾ കെണിയിൽ കുടിക്കുക, മനഃപൂർവ്വം. ചിലപ്പോൾ ശത്രുക്കളാകും, ഇല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് സുഹൃത്തുക്കൾ തന്നെയാവും. എന്തായാലും വളരെ ക്രൂരമായ തമാശയായിപ്പോയി. ആ കുട്ടിക്ക് തീർച്ചയായിട്ടും വല്ലാത്ത ഷോക്കായിട്ടുണ്ടാവും. എനിക്ക് സാരമില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. നിങ്ങളതോർത്ത് ടെൻഷനാവൊന്നും വേണ്ട. എല്ലാം മറക്കുക. അത്രയല്ലേ ഇനി ചെയ്യാൻ നോക്കൂ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ പറയണമെങ്കിൽ അഡ്രസ് തന്നാൽ മതി, ഞാൻ അറിയിച്ചോളാം. വേണ്ട. അല്ല, നിങ്ങളെ കാണാഞ്ഞ് വീട്ടുകാര്. എനിക്കിനി ആരെയും ഒന്നും അറിയിക്കാനില്ല. നിങ്ങളുടെ ഇഷ്ടം. ടേക്ക് ഇറ്റ് ഈസി. ബി പ്ലസന്റ് ആൻഡ് ഹാപ്പി. ഞാൻ വൈകുന്നേരം വരാം. സാർ, നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വലിഞ്ഞു കയറി വന്ന് ശല്യം ഉണ്ടാക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. സോറി. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ആശംസകളോ? എന്തിന്? ഓ, ഞാനിപ്പോ നിങ്ങളുടെ സങ്കല്പകതയിലെ വിജയിച്ചു നിൽക്കുന്ന നായകനാണല്ലോ. കൊള്ളാം. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, രാധിക എന്റെ ക്ലോസ് റിലേറ്റീവാ, അത്രേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ രൂപപ്പെടുത്തിയെടുത്ത ഭാവനകളാ. ഇതുവരെ ഞാനൊരു വിഡ്ഢിവേഷം കെട്ടായിരുന്നു കുട്ടിയുടെ മുമ്പിൽ. മറ്റുള്ളവർക്ക് കളിയാക്കാൻ തോന്നുന്ന എന്തോ ചില തകരാറുകൾ എനിക്കുണ്ടായിരുന്നിരിക്കണം.
കെട്ടിച്ചമച്ച കഥയാണെന്നറിയാതെ ഞാൻ കുട്ടിയെ സ്നേഹിച്ചു. എന്റെ സങ്കല്പത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ നേടിയ സന്തോഷമായിരുന്നു എനിക്ക്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി. ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസമുണ്ട്. പക്ഷെ വിശ്വസിച്ചല്ലേ പറ്റൂ. ഒന്നും കുട്ടിയുടെ കുറ്റമല്ലല്ലോ. ഒരപരിചിതനോട് ഇതിൽ കൂടുതൽ മാന്യമായി പെരുമാറേണ്ട കാര്യമില്ലല്ലോ. എന്റെ പ്രവൃത്തികൾ കുട്ടിയെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്. ഇനി ശല്യപ്പെടുത്താൻ വരില്ല ഒരിക്കലും. ഇങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല മാഷെ. യാത്രയൊക്കെ സുഖമായിരുന്നു. വരൂ. കേറ്. മാഷെങ്ങനെ ഇവിടെ എത്തി? ഇറങ്ങൂ. ഗതികിട്ടാ പ്രേതം പോലെ പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ ഒടുവില് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു. ഇവിടുത്തെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ പഠിപ്പിക്കുക ഞാനിപ്പം. വരൂ, എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എവിടേക്കാ മാഷേ? എല്ലാം നമുക്ക് പരസ്പരം അറിയാം. ബുദ്ധിമാന്മാരായ നിങ്ങൾ എന്നെ കുരങ്ങ് കളിപ്പിച്ചതും ഒരാത്മഹത്യയുടെ വക്കത്ത് വരെ എന്നെ കൊണ്ട് എത്തിച്ചതും. മാഷേ, ഞങ്ങൾ വിശദീകരണം വേണ്ട. എന്റെ ആത്മഹത്യാശ്രമം വിജയിച്ചില്ല. അഥവാ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്റെ അമ്മ, സഹോദരി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ചിലരൊക്കെ ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. ഞാൻ മരിച്ചാൽ അവർ ദുഃഖിക്കും, കണ്ണീരൊഴുക്കും. അവരുടെ കണ്ണീരൊപ്പാൻ ബുദ്ധിമാന്മാരായ നിങ്ങളുടെ കയ്യിൽ എന്ത് പോംവഴിയാണ് ഉണ്ടായിരുന്നത്? ഞങ്ങളൊരു തമാശയ്ക്ക്. എന്റെ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി കിട്ടിയേ പറ്റൂ. മാനസികമായി എന്നെ നിങ്ങൾ വളരെയേറെ പീഡിപ്പിച്ചു. എന്നെ ഒരു ബഫൂണാക്കി. ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഐ വോണ്ട് ലീവ് യു. മാഷേ, ഷട്ട് അപ്പ്. മാഷെ, നിങ്ങൾക്ക് എന്ത് പറ്റി? 3 പേരെ ഒരുമിച്ച് കിട്ടിയത് വലിയ സൗകര്യമായി. ആരെങ്കിലും വരാതിരുന്നെങ്കിൽ അവനോടുള്ള കണക്ക് തീർക്കാൻ എനിക്ക് മറ്റൊരു ദിവസം കൂടി ചെലവാക്കേണ്ടി വരുമായിരുന്നു. ഗോപാലകൃഷ്ണൻ മാഷെ, പ്ലീസ്. ഞാൻ കത്തയച്ചത് നിങ്ങളോടുള്ള പ്രേമം കൊണ്ടാണെന്ന് കരുതിയല്ലേ? മണ്ടന്മാർ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണിന്ന്. വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് സുഖമായി ഉറങ്ങും. എന്നെ പീഡിപ്പിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. മാഷേ, പ്ലീസ്, ഞങ്ങൾ മാപ്പ് ചോദിക്കാം, കാല് പിടിക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ കൊല്ലാൻ എനിക്കൊരു നിമിഷം മതി. പക്ഷേ എനിക്കതിന് കഴിയില്ലെന്ന്
എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാലോ. വരൂ. അന്ന് തന്നെ ഞങ്ങളെല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയതായിരുന്നു. മാഷ് ഒരുപാട് ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു. മാഷിന്റെ പ്രതികരണം രൂക്ഷമായിരിക്കുമോ എന്ന് ഭയന്നു. രാധിക ഇപ്പൊ എവിടെയുണ്ട്? കുറച്ചു കാലം പാലക്കാട്ട് ജോലി ചെയ്യുന്നതായിട്ട് അറിയാം. പിന്നെ ഒരു വിവരമില്ല. ഞാനവരെ കണ്ടിരുന്നു ഇവിടെ വെച്ച്. ഇവിടെ വെച്ചോ? അതെ, ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ. ഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഭാവനക്കും അപ്പുറത്താണല്ലോ. ഒരു ദിവസം സ്കൂൾ പ്രിൻസിപ്പലിനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ അതേ വണ്ടിയിൽ ആ കുട്ടി സ്റ്റേഷനിൽ വന്നിറങ്ങി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടൽ. തികച്ചും അപരിചിതരെ പോലെ അന്ന് ഞങ്ങൾ പിരിഞ്ഞു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനിടയായി. പക്ഷെ ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ എന്ന്. എന്നിട്ട് ഞാൻ അവളെ കെട്ടി. എന്താ വിശ്വാസം വരുന്നില്ലേ? രാധിക, മിസ്സിസ് രാധിക ഗോപാലകൃഷ്ണൻ. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു രജിസ്റ്റർ വിവാഹം. അപ്പൊ അറിയിക്കാതിരുന്നതും ഇപ്പൊ ഈ രീതിയിൽ നിങ്ങളെ അമ്പരപ്പിച്ചതൊക്കെ ലളിതമായ രീതിയിലുള്ള എന്റെ ഒരു പകരം വീട്ടിലായിരുന്നു. എങ്ങനെയിരുന്നു? ഏതായാലും വന്ന സ്ഥിതിക്ക് 2 ദിവസം ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ. കയറി വരണം. അരവിന്ദ മാഷേ, നമ്മുടെ പഴയ പാട്ടൊന്ന് പാടിയേ. എനിക്ക് പ്രേമലേഖനം എഴുതാനുള്ള മൂഡ് കിട്ടാൻ വേണ്ടി പാടിയ പാട്ടില്ലേ? എനിക്കതൊന്നും ഓർമ്മയില്ല. ഓർമ്മയൊക്കെ ഉണ്ടാവും. പാടുന്നേ. മാഷേ, ഇനി മനുഷ്യനെ വടിയാക്കല്ലേ. പാടിയില്ലെങ്കിലാ വടിയാക്ക. ആ തോക്ക വിട. മര്യാദക്ക് പാടുന്നോ അല്ല ചാവുന്നോ? മാഷേ ഒന്ന് പാടിയ. ശരി.